ഹലോ എവറി വൺ, വെൽക്കം ടു സഹകാരി റൈസ് പ്ലസ്. നമ്മളിന്ന് പെർസെപ്ഷൻ എന്ന ടോപ്പിക്കാണ് സൈക്കോളജിയിൽ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പെർസെപ്ഷൻ ഓരോ വ്യക്തിയും വളരെ പ്രാധാന്യത്തോടു കൂടി അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് പെർസെപ്ഷൻ. നമ്മുടെ നിത്യജീവിതത്തിലെ ഓരോ സന്ദർഭത്തിലും നമ്മെ കുഴപ്പിക്കുന്ന സംഗതിയാണ് പെർസെപ്ഷൻ. പെർസെപ്ഷൻ്റെ ഡിഫറൻസ് കാണണമെങ്കിൽ എൻ്റെ വലതും ഇടതും നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അവിടെ ഒരു സ്പെക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ. സ്പെക്സിൽ ഒരു ഭാഗത്ത് നിങ്ങൾ കാണുന്നത് വളരെ മനോഹരമായ ചിത്രമാണ്, കളർഫുൾ ആയിട്ടുള്ള പിക്ചറാണ്. എന്നാൽ ഈ ഭാഗത്ത് കാണുന്നത് ഒരു റെഡിഷ് ആയിട്ടുള്ള ഒരു പിക്ചറാണ്. ഇത് നോക്കുന്ന ആളുടെ പെർസെപ്ഷൻ അനുസരിച്ചാണ് വ്യത്യാസം വരുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു സീനറി ഒരു ഗ്രേ ആയിരുന്നു. ഈ ഒരു ഗ്രേ കളറിലുള്ളൊരു സീനറിയാണ് ഒരു ഭാഗത്തുകൂടി നോക്കുമ്പോൾ റെഡിഷ് ആയിട്ട് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രശ്നങ്ങളുള്ള സ്ഥലമായിട്ടാണ്, ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളായിട്ടാണ്. എന്നാൽ ഈ ഭാഗത്ത് നിങ്ങൾ കാണുന്നത് വളരെ ആപ്റ്റ് ആയിട്ടുള്ള കളേഴ്സുള്ള, റെഡ് ബ്ലൂ പോലുള്ള ആപ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ഇട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ്, കളർഫുൾ ആയിട്ടാണ് കാണുന്നത്. സോ ഈ ലോകത്തെ നാം മനസ്സിലാക്കുന്നത് നമ്മുടെ പെർസെപ്ഷൻ അനുസരിച്ചാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നോക്കാം എന്താണ് പെർസെപ്ഷൻ എന്നുള്ളത്. സോ ആദ്യമായിട്ട് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഈ അടുത്ത മാസങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു പിക്ചറാണ്. ഈ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ ഓർമ്മ വരുന്നത്? ഏതെങ്കിലും വ്യക്തിയുടെ ചിത്രം ഓർമ്മ വരുന്നുണ്ടോ? ഉറപ്പായിട്ടും ഓർമ്മ വരുന്നുണ്ടാവും. ആരുടെ പേരാണ് ഓർമ്മ വരുന്നത്? ഡൊണാൾഡ് ട്രംപ് ഇല്ലേ? സോ ആ ഒരു പേര് പെട്ടെന്ന് മനസ്സിൽ വന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു പിക്ചർ കാണുമ്പോൾ ഡൊണാൾഡ് ട്രംപിനെ ഓർമ്മ വരാത്ത ആളുകൾ, ഞാനിപ്പോൾ പേര് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഒന്നും കൂടി നോക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപിനെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും. എന്നാൽ യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഫോട്ടോയാണോ ഇത്? അല്ല അല്ലേ, ഉറപ്പായിട്ടും അതല്ല. ഇത് ചില ബോട്ടിലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഇത് രണ്ട് ബോട്ടിൽസാണ്. ഇതൊരു വൈറ്റ് ബോട്ടിൽ, ഇതൊരു ബോട്ടിലിനകത്ത് കളർ ചെയ്തിരിക്കുകയാണ്. അതിന് മുകളിൽ ഒരു ക്ലോത്ത് കൊണ്ട് ജസ്റ്റ് ഒന്ന് മറച്ചു വെച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇത് കാണുമ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മുടെ മനസ്സ് നമ്മെ പ്രേരിപ്പിക്കുന്നില്ലേ? അതാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ കാണുന്ന ഒരു വസ്തു നാം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഇതിനെയാണ് പെർസെപ്ഷൻ. വളരെ സിമ്പിളായിട്ട് കാണുന്ന വസ്തുവിനെ നാം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഇതാണ് പെർസെപ്ഷൻ. ഈ ലോകത്ത് എല്ലാവരും ഒരേപോലെയല്ല കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. എനിക്കും കാഴ്ചയുണ്ട്, നിങ്ങൾക്കും കാഴ്ചയുണ്ട്. പക്ഷേ ഞാൻ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് പോലല്ല നിങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. സോ അത് പെർസെപ്ഷൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ പെർസെപ്ഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറയണം. സെൻസേഷൻ ഈസ് ദ ഇനിഷ്യൽ റെസ്പോൺസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു എ സ്റ്റിമുലസ് ആൻഡ് പെർസീവ്ഡ് ആസ് പെർസെപ്ഷൻ. സെൻസേഷൻ, ഒരു സ്റ്റിമുലസ് ആദ്യമായിട്ട് കിട്ടുമ്പോൾ നാം റെസ്പോണ്ട് ചെയ്യുന്നത് സെൻസേഷനിലൂടെയാണ്. അഥവാ ഒരു സ്റ്റിമുലസിനെ നാം എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് സെൻസേഷൻ. എൻ്റെ മുന്നിൽ കാണുന്ന ഒരു വസ്തുവിനെ വേറൊരു ചിന്തയും ഇല്ലാതെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുന്നത് സെൻസേഷനാണ്. അഥവാ അതിനെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് സെൻസേഷനാണ്. അതിനെ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷമാണ് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരുന്നത്, അഥവാ പെർസെപ്ഷനിലേക്ക് വരുന്നത്. ഞാൻ ഈ ഒരു പിക്ചറിലേക്ക് നിങ്ങൾ നോക്കൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു തവണ നോക്കി, ആ ഒരു ഫ്ലാഷ് ഓഫ് സെക്കൻഡിൽ സെൻസേഷനാണ് അവിടെ നടക്കുന്നത്, സെൻസേഷൻ. അപ്പം അതിനുശേഷം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ എന്ന് പറഞ്ഞ ഒരു സമയത്ത്, ആ ഒരു സമയത്തിനിടയിൽ പലതരത്തിലുള്ള മെന്റൽ പ്രോസസ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് നടന്നിട്ടുണ്ട്, അഥവാ പെർസെപ്ഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റിമുലസ് ആദ്യമായിട്ട് കാണുമ്പോൾ അവിടെ സെൻസേഷൻ, അതിനെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണ്, അത് എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. അതിനുശേഷമാണ് പെർസെപ്ഷനിലേക്ക് നടക്കുന്നത്. അപ്പോൾ ഇനിഷ്യൽ റെസ്പോൺസ്, ഒരു സ്റ്റിമുലസ് കാണുമ്പോൾ, നമ്മുടെ ലോകത്ത് നാം കോൺഫ്രണ്ട് ചെയ്യുന്ന ഏതൊരു വസ്തുവും സ്റ്റിമുലസ് ആണ്. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന മൊബൈൽ, അതിലൂടെ കാണുന്ന ചിത്രങ്ങളെല്ലാം സ്റ്റിമുലസ് ആണ്. ആ സ്റ്റിമുലസിനോടുള്ള ആദ്യത്തെ റെസ്പോൺസ് സെൻസേഷൻ ആണ്. സെൻസേഷന് ശേഷമാണ് എന്ത് വരുന്നത്? പെർസെപ്ഷൻ. അപ്പോൾ ഒരു സ്റ്റിമുലസ് ആദ്യം കാണുമ്പോൾ സെൻസേഷൻ ഉണ്ടാകുന്നു, അതിനുശേഷം പെർസെപ്ഷനിലേക്ക് വരുന്നു. Perception is the interpretation of sensory stimuli reaching the sense organs and the brain. നമ്മുടെ കണ്ണിൽ അല്ലെങ്കിൽ നമ്മുടെ ചെവിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഏതൊരു സെൻസറി ഓർഗൻസിലേക്കും എത്തുന്ന ഒരു സ്റ്റിമുലസിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ കൺമുന്നിലെത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ ചെവിയിലെത്തുന്ന വസ്തുക്കളെ കുറിച്ച് നാം എങ്ങനെ വ്യാഖ്യാനിക്കുന്നു
അതിനെ പെർസെപ്ഷൻ എന്ന് പറയുന്നു. അപ്പൊ സെൻസേഷനിലൂടെ എത്തുന്ന കാര്യങ്ങളെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ് പെർസെപ്ഷൻ. മനസ്സിലാക്കുക, സെൻസ് ഓർഗൻസിലൂടെ നാം എക്സ്പീരിയൻസ് ചെയ്യുന്ന അഥവാ സെൻസേഷനിലൂടെ നമുക്ക് എത്തുന്ന കാര്യങ്ങളെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. So whenever sense organs come into contact with the world, all stimulated by external stimuli and received sensations, it results in perception. അപ്പോൾ നമ്മുടെ സെൻസറി ഓർഗൻസ്, നമ്മുടെ 5 സെൻസറി ഓർഗൻസ് ഉണ്ട്. ഇത് ലോകവുമായിട്ട്, നമ്മുടെ ചുറ്റുമുള്ള ലോകവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ആദ്യം സെൻസേഷൻ ഉണ്ടാകുന്നു. അതിനുശേഷം എവിടേക്ക് പോകുന്നു? പെർസെപ്ഷനിലേക്ക് പോകുന്നു. നാം ജീവിക്കുന്ന ഓരോ സെക്കൻഡിലും സെൻസേഷൻ, പെർസെപ്ഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് വിത്തിൻ സെക്കൻഡ്സ് ആണ് നടക്കുന്നത് കേട്ടോ. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റിമുലസ് മാത്രമാണെങ്കിലാണ് നമ്മൾ കുറച്ചധികം സമയം എടുക്കുന്നത്. അല്ലാതെ വിത്തിൻ സെക്കൻഡ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകൾ, പലതരത്തിലുള്ള വാക്കുകൾ നിങ്ങളുടെ ചെവിയിലേക്ക് വന്ന് തട്ടുന്ന സമയത്ത് അത് സെൻസേഷനാണ്. ആ വാക്കിന്റെ അർത്ഥം നിങ്ങൾ അപ്പോൾ തന്നെ ഇന്റർപ്രറ്റ് ചെയ്ത് പോവുകയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിങ്ങനെ മനസ്സിലാക്കി പോവുകയാണ്. അപ്പോൾ പെർസെപ്ഷനും നടക്കുകയാണ്. മനസ്സിലായല്ലോ? സോ സെൻസേഷനും പെർസെപ്ഷനും നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. സോ ഇന്റർപ്രിട്ടേഷൻ ഗീവ്സ് മീനിങ് ടു സെൻസേഷൻ, thereby making us aware of objects. അപ്പോൾ ഇന്റർപ്രിട്ടേഷൻ അഥവാ പെർസെപ്ഷൻ നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സെൻസേഷൻ കൊണ്ട് മാത്രം ഒരു കാര്യത്തെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പെർസെപ്ഷൻ കൃത്യമായിട്ടും നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് അവയർനെസ് കിട്ടുകയുള്ളൂ. ഓക്കെ അല്ലേ? സോ ഇന്റർപ്രിട്ടേഷൻ ആണ് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധം നൽകുന്നത്. നിങ്ങൾ ആബ്സെന്റ് മൈൻഡ് ആയിട്ട് ചിലപ്പോൾ ക്ലാസ്സുകൾ കേൾക്കാറുണ്ട്. ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ആ ഒരു സൗണ്ട് മാത്രം ഇങ്ങനെ കേൾക്കുന്നു, പക്ഷെ ഒന്നും ഉള്ളിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നില്ല, അഥവാ പെർസെപ്ഷൻ നടക്കുന്നില്ല. അപ്പോൾ പെർസെപ്ഷൻ നടന്നില്ല എങ്കിൽ കാര്യം ഉണ്ടാവില്ല. പെർസെപ്ഷൻ നടന്നാൽ മാത്രമേ കാര്യങ്ങളുടെ ഉള്ളിലേക്ക്, അതിൻ്റെ ഇന്റർപ്രിട്ടേഷനിലേക്ക് നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ. സോ നമ്മളിവിടെ ചില ഒബ്ജക്ട്സുമായിട്ട് ബന്ധപ്പെട്ട സെൻസേഷനിൽ, പെർസെപ്ഷനിലേക്കാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ പെർസെപ്ഷനായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് ഡെഫിനിഷൻസ് നമുക്ക് ഓൾറെഡി സംഗതി മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഫേമസ് ആയിട്ടുള്ള ആളുകൾ ചില ഡെഫിനിഷൻസ് പറയുമ്പോൾ നമ്മളത് ഇഗ്നോർ ചെയ്യാൻ പാടില്ലല്ലോ. സോ അതുകൊണ്ട് നമുക്ക് നോക്കാം. J.H. ജാക്സൺ, ഡെസിഡെററ്റോ, ഡി.എഫ്. ഹോയിസൺ, ഇങ്ങനെ 3 സൈക്കോളജിസ്റ്റുകൾ ചേർന്ന് പറഞ്ഞ ഒരു ഡെഫിനിഷനാണ്. Perception is the experience of objects, events or relationships obtained by extracting information from and interpreting sensations. Perception എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിലെത്തുന്ന വസ്തുക്കൾ, സംഭവങ്ങൾ, ബന്ധങ്ങൾ ഇവയെ എക്സ്പീരിയൻസ് ചെയ്യുകയും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നതിനാണ്, അല്ലെ, അതിലെ വിശദാംശങ്ങൾ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട്, വികസിപ്പിച്ചെടുത്തുകൊണ്ട്, നമുക്ക് കിട്ടിയ അനുഭവത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇത് പറഞ്ഞത് ജാക്സണും ഡെസിഡെററ്റോയും ഹോയിസണും ചേർന്നാണ്. ഇനി സിൽവർമാൻ പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്. പെർസെപ്ഷൻ ഈസ് ആൻ ഇൻഡിവിജ്വൽസ് അവയർനെസ് ആസ്പെക്ട് ഓഫ് ബിഹേവിയർ. പെർസെപ്ഷനും ഒരാളുടെ ബിഹേവിയറൽ ആസ്പെക്റ്റിൽ വരുന്ന, അയാളുടെ പെരുമാറ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ബോധം തന്നെയാണ്. അപ്പോൾ പെർസെപ്ഷനും നമ്മുടെ ഒരു ബോധം തന്നെയാണ്, നമ്മുടെ ഒരു പെരുമാറ്റം തന്നെയാണ്. ഫോർ ഇറ്റ് ഈസ് ദ വേ ഈച്ച് പേഴ്സൺ പ്രോസസ് ദ റോ ഡേറ്റ ഹി റിസീവ്സ് ഫ്രം ദ എൻവയൺമെന്റ് ഇൻ ടു മീനിങ്ഫുൾ പാറ്റേൺസ്. ഇപ്പോൾ ഓരോ വ്യക്തിയുടെയും പെരുമാറ്റം അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും സ്വഭാവത്തിന്റെ ഒരു ഭാഗമാണ് പെർസെപ്ഷൻ. നമ്മുടെ ലോകത്ത് നാം കാണുന്ന വസ്തുക്കളെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമുക്ക് ഈ ലോകത്ത് ചുറ്റും കിട്ടുന്ന സ്റ്റിമുലസ് റോ ഡാറ്റയാണ്. അത് എങ്ങനെ മനസ്സിലാക്കണം എന്നത് നമ്മുടെ താല്പര്യമാണ്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ നാം എങ്ങനെ മനസ്സിലാക്കുന്നു, ഇതിനെയാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സെൻസേഷൻ കൊണ്ട് മാത്രം കാര്യമില്ല. സെൻസേഷൻ എല്ലാവർക്കും ഉണ്ട്. ചെറിയ കുട്ടി മുതല മുതിർന്ന ആളുകളിൽ വരെ സെൻസേഷൻ ഉണ്ടാവും. പക്ഷെ അതിലൂടെ പെർസെപ്ഷൻ എങ്ങനെ നടക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ജീവിതത്തെ നാം വ്യാഖ്യാനിക്കുന്നത്. സെറ്റ് അല്ലേ? സോ നമുക്ക് പെർസെപ്ഷനിലേക്ക് വരാം. പെർസെപ്ഷനിലേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗെസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് സൈക്കോളജിയാണ്. നമ്മൾ ലേണിംഗ് തിയറീസിലേക്ക് കടന്നിട്ടില്ല. ലേണിംഗ് തിയറീസ് നമ്മൾ ഇനി 1-2 ക്ലാസ് കഴിയുമ്പോൾ ലേണിംഗ് തിയറീസിലേക്ക് വരും. സോ അവിടെ നമ്മൾ പല സ്കൂൾ ഓഫ് സൈക്കോളജി അഥവാ സൈക്കോളജിയിലെ പല തരത്തിലുള്ള അഭിപ്രായങ്ങളെ കുറിച്ച് നമ്മൾ പറയും. അതിലെ പ്രമുഖമായിട്ടുള്ള ഒരു സൈക്കോളജിയാണ് ഗെസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് സൈക്കോളജി. അപ്പൊ ഗെസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് സൈക്കോളജിയിലാണ് പെർസെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട പല പാറ്റേൺസിനെ കുറിച്ചും പറയുന്നത്. നമ്മൾ ഇനി പറയാൻ പോകുന്ന മിക്ക പാറ്റേൺസും
ഗസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് സൈക്കോളജിയിൽ ഉൾപ്പെടുന്നതാണ്. ഇപ്പൊ മനസ്സിലാക്കുക, നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഫിഗർ ഗ്രൗണ്ട് റിലേഷൻഷിപ്പ്, അഥവാ ഒരു ഇമേജ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കാണുന്ന സമയത്ത് അതിലെ ബാക്ക്ഗ്രൗണ്ട് ഏതാണ്, അതിലെ ഇമേജ് ഏതാണ് എന്ന് നാം മനസ്സിലാക്കുന്നതിനനുസരിച്ച് പെർസെപ്ഷൻ മാറും. ഒരു പിക്ചർ കാണുമ്പോൾ അതിലെ ബാക്ക്ഗ്രൗണ്ട് ഏതാണ്, അതിലെ ഇമേജ് ഏതാണ് എന്ന് നാം ഐഡന്റിഫൈ ചെയ്യുന്നതിനനുസരിച്ച് പെർസെപ്ഷൻ മാറും. ഇവിടെ ഈ ഒരു ചിത്രം കണ്ടോ? ഈ ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ എന്താണ് കണ്ടത്? സോ ഞാൻ ഇനി പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങളിവിടെ ഒരാള് ഇങ്ങനെ സൈലൻസ് എന്ന് പറയുന്ന ഒരു സിഗ്നലോട് കൂടി നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ഒരു ഗണ്ണ് കാണുന്നുണ്ടാവും അല്ലേ? ഇവിടെ ഒരു ഗണ്ണ് കാണുന്നുണ്ടാവും. ദെൻ ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു ഫയൽ ഇരിക്കുന്നതായിട്ടും വേണമെങ്കിൽ ഒരു ബ്ലാക്ക് കളർ ഫയൽ ഇരിക്കുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ വരുന്നു എന്നതിൻ്റെ വ്യത്യാസത്തിലാണ് പല പല പിക്ചേഴ്സ് ആയിട്ട് നമുക്ക് തോന്നുന്നത് അല്ലേ? ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ അത് ശരിയാണല്ലോ, ഇങ്ങനെ വരുന്നുണ്ടല്ലോ. ഇതുപോലെ വളരെ കൗതുകമായിട്ടുള്ള പല പിക്ചേഴ്സും ഉണ്ട്. നിങ്ങൾ മാജിക് പിക്ചർ എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുള്ളത് ഇതേപോലെ ഫിഗർ ഗ്രൗണ്ട് റിലേഷൻഷിപ്പ്, അഥവാ ഒരു ഇമേജിലെ ബാക്ക്ഗ്രൗണ്ട് ഏതാണ്, അതിലെ ഫിഗർ ഏതാണ് എന്നത് മനസ്സിലാക്കുന്നതിനനുസരിച്ച് പെർസെപ്ഷനിൽ വ്യത്യാസം വരും. So the principle of figure ground relationship is a Gestalt psychology principle. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന മിക്കതും ഗസ്റ്റാൾട്ട് സൈക്കോളജി പ്രകാരമുള്ളതാണ്. ഗസ്റ്റാൾട്ട് സൈക്കോളജിയിൽ പറയുന്നത് ഒരു കാര്യം നമ്മൾ മൊത്തത്തിലാണ് മനസ്സിലാക്കേണ്ടത്, അതിലെ പാർട്സിനെ അല്ല. ഹോൾ ഈസ് ഇമ്പോർട്ടന്റ് ദാൻ പാർട്ട്. അതാണ് ഗസ്റ്റാൾട്ട് സൈക്കോളജിയിലെ പ്രമുഖമായിട്ടുള്ള സിദ്ധാന്തം. ഒരു വസ്തുവിനെ മനസ്സിലാക്കുമ്പോൾ മൊത്തത്തിലാണ് മനസ്സിലാക്കേണ്ടത്, അതിലെ ഏതെങ്കിലും ഒരു ഭാഗത്തെ അല്ല. ഹോൾ ഈസ് ഇമ്പോർട്ടന്റ് ദാൻ പാർട്ട്. സോ അവർ പറയാണ്, വെൻ വി ലുക്ക് അറ്റ് എ വിഷ്വൽ ഇമേജ്, ഒരു ഇമേജിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വി നാച്ചുറലി പെർസീവ് എലമെന്റ്സ് ആസ് എയ്തർ ഫോക്കൽ പോയിന്റ്. ഒന്നെങ്കിൽ ആ ഒരു പിക്ചറിനെ നമ്മൾ ഫോക്കൽ പോയിന്റ് ആയിട്ട് കാണും. സ്റ്റാൻഡിങ് ഔട്ട് അഗെയിൻസ്റ്റ് ദ ബാക്ക്ഗ്രൗണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും പുറത്തേക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന. അപ്പൊ ഇവിടെ നിങ്ങൾ കാണുന്നത് ഈ ഒരു വ്യക്തിയുടെ മുഖമാണ് എങ്കിൽ ഇതാണ് ഫോക്കസ് ചെയ്യുന്നത് എങ്കിൽ ഇതാണ് ഇവിടുത്തെ ഫോക്കൽ പോയിന്റ് അഥവാ ഫിഗർ. ഇനി നമുക്ക് എങ്ങനെയും കാണാം ഇവിടുത്തെ ഗണ്ണ്. ഈ ഗണ്ണിനെ മാത്രം ഫിഗർ ആയിട്ട് കാണാം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ബാക്കിയുള്ളത് ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പോൾ ഒരു ഇമേജിൽ നാം ഏതിനെയാണോ ഫോക്കസ് ചെയ്യുന്നത് അത് ഫോക്കൽ പോയിന്റ് അഥവാ ഫിഗർ ആണ്. അതിന് എതിരെയുള്ളത് ബാക്ക്ഗ്രൗണ്ട് ആണ്. ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. സോ എസെൻഷ്യലി സെപ്പറേറ്റിംഗ് ദ ഒബ്ജക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫ്രം ഇറ്റ്സ് സറൗണ്ടിങ്സ്. സോ നമുക്ക് ആ ഒരു വസ്തുവിനെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വേർപെട്ടതായിട്ട് മനസ്സിലാക്കുന്നത് മിക്കവാറും നമ്മുടെ താല്പര്യം അനുസരിച്ചായിരിക്കും. സോ ഇറ്റ്സ് അവർ ബ്രെയിൻസ് വേ ഓഫ് സിംപ്ലിഫൈയിങ് എ സീൻ ബൈ ഐഡന്റിഫൈയിങ് ദ മെയിൻ സബ്ജക്ട് ആൻഡ് ഇറ്റ്സ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഒരു ഇമേജ് കാണുന്ന സമയത്ത് അതിലെ ബാക്ക്ഗ്രൗണ്ട് ഏതാണ്, അതിലെ ഫിഗർ ഏതാണ് എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ബ്രെയിൻ ആണ്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ എങ്ങനെ നമ്മൾക്ക് അത് കാണിച്ചു തരുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ നാം ഇന്റർപ്രറ്റ് ചെയ്യും ഇത് ഫിഗർ ആണ് അല്ലെങ്കിൽ ഇത് ബാക്ക്ഗ്രൗണ്ട് ആണ് എന്നുള്ളതിലേക്ക്. സെറ്റ് അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. ദെൻ അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ഗ്രൂപ്പിംഗ്. ഗ്രൂപ്പായിട്ട് കാണാനുള്ള പ്രവണതയ്ക്കാണ് പ്രിൻസിപ്പിൾ ഓഫ് ഗ്രൂപ്പിംഗ്. അപ്പൊ ഗസ്റ്റാൾട്ട് സൈക്കോളജിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഗസ്റ്റാൾട്ട് സൈക്കോളജിയുടെ ഫാദർ മാക്സ് വെർത്തിമർ ആണ്. പ്രധാനമായിട്ടും 3 സൈക്കോളജിസ്റ്റുകളാണ് ഗസ്റ്റാൾട്ട് സൈക്കോളജിയിൽ വരുന്നത്: മാക്സ് വെർത്തിമർ, കോഫ്ക, കൊഹ്ലർ. കേട്ടോ, കോഫ്ക, കൊഹ്ലർ. അപ്പൊ ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞു, ഇനി സന്ദർഭം അനുസരിച്ച് ഓരോ ആളുകളും നമ്മളെ പരിചയപ്പെടാൻ വേണ്ടി വരും. അപ്പോൾ മാക്സ് വെർത്തിമർ, കോഫ്ക, കൊഹ്ലർ, ഇവർ 3 പേരുമാണ് ഗസ്റ്റാൾട്ട് സൈക്കോളജിയുടെ പ്രമുഖരായ വക്താക്കൾ. ഈ 3 പേരിൽ മെയിൻ ആയിട്ട് ഒരാളുണ്ടാവുമല്ലോ, അത് മാക്സ് വെർത്തിമർ ആണ്. സോ അക്കോർഡിംഗ് ടു ഗസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ, ഒബ്ജക്ട്സ് ക്യാൻ ബി പെർസീവ്ഡ് മീനിങ്ഫുള്ളി വെൻ ദേ ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ. നമുക്ക് എപ്പോഴും ഒരു ഒബ്ജക്റ്റിനെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഗ്രൂപ്പായിട്ട് കാണുന്ന സമയത്താണ് അല്ലെ? ഒരു ഒബ്ജക്റ്റിനെ എപ്പോഴും ഗ്രൂപ്പായിട്ട് കാണാനുള്ള ഒരു പ്രവണത നമുക്കുണ്ടാവും. എങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പായിട്ട് കാണുന്നത്? ഇവിടെ കണ്ടോ, ഇവിടെ ഒരു പിക്ചർ നിങ്ങൾ കണ്ടപ്പോൾ ഇതിനെ ഗ്രൂപ്പായിട്ട് മനസ്സിലാക്കാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അതിനെ ഗ്രൂപ്പാക്കും? എങ്ങനെയാണ് ഗ്രൂപ്പാക്കുക? ഈ പിക്ചേഴ്സിനെ നിങ്ങളോട് പല ഗ്രൂപ്പുകളായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ഞാൻ പറഞ്ഞു. നിങ്ങൾ എങ്ങനെ ഗ്രൂപ്പാക്കും? വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഗ്രൂപ്പാക്കുന്നത്, ഇതിൽ സർക്കിൾസും ഉണ്ട്, ട്രയാങ്കിൾസും ഉണ്ട്. അപ്പോൾ സർക്കിൾസിന്റെ ഒരു ഗ്രൂപ്പ്, ട്രയാങ്കിൾസിന്റെ ഒരു ഗ്രൂപ്പ്. അപ്പോൾ ഒരു വസ്തുവിനെ നമ്മൾ ഗ്രൂപ്പ് ആക്കുന്നത് ഒന്നെങ്കിൽ അവയുടെ ആകൃതിയുടെ അനുസരിച്ച്,
ആകൃതി അനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ കളേഴ്സ് അനുസരിച്ച്, ഇവിടെ എല്ലാം സെയിം കളർ ആയതുകൊണ്ടാണ് നമ്മൾ കളർ ഫോക്കസ് ചെയ്യാത്തത്. അപ്പോൾ ഒന്നെങ്കിൽ കളറിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഷേപ്സിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് നമ്മൾ പലപ്പോഴും ഗ്രൂപ്പ് ആക്കാൻ വേണ്ടി പ്രവണത കാണിക്കുന്നത്. സോ ദിസ് സ്കൂൾ ഓഫ് തോട്ട് ലുക്സ് അറ്റ് ദ ഹ്യൂമൻ മൈൻഡ് ആൻഡ് ബിഹേവിയർ ആസ് എ ഹോൾ. അപ്പൊ ഗെസ്റ്റാൾട്ട് സൈക്കോളജിയിൽ എന്താ പറയുന്നത്? മനുഷ്യന്റെ സ്വഭാവവും മനുഷ്യന്റെ മനസ്സും അത് ഒറ്റ സംഗതിയാണ്. അഥവാ മനുഷ്യന്റെ മനസ്സിനെയും സ്വഭാവത്തെയും വേർപിരിക്കാൻ പാടില്ല, രണ്ടും ഹോളാണ്. അപ്പൊ അവിടെ മൊത്തത്തിലാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. മനുഷ്യന്റെ മനസ്സിനെയും സ്വഭാവത്തെയും രണ്ടായിട്ടല്ല പരിഗണിക്കേണ്ടത്. അപ്പൊ അവിടെ എടുത്തെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഗെസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് സൈക്കോളജിയിൽ പറയുന്നത് മനുഷ്യന്റെ മനസ്സും മനുഷ്യന്റെ പെരുമാറ്റവും ഹോൾ, രണ്ടും ഒന്നാണ്, സമഗ്രമാണ്, രണ്ടിനെയും ഭാഗമായിട്ടല്ല കാണേണ്ടത്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സിനെയും മനുഷ്യന്റെ സ്വഭാവത്തെയും ഒന്നായിട്ട് പഠിക്കണം. മനുഷ്യന്റെ മനസ്സിന്റെ റെസ്പോൺസ് ആയിട്ടാണ് സ്വഭാവം വരുന്നത് എന്നതുകൂടി മനസ്സിലാക്കുക. ദെൻ ഗെസ്റ്റാൾട്ട് എന്ന പദത്തിനർത്ഥം ഫിഗർ, ഷേപ്പ് ഓർ ഫോം എന്നാണ്. അതുകൊണ്ടാണ് ഗെസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് സൈക്കോളജിയിൽ നമ്മൾ പലതരത്തിലുള്ള പാറ്റേൺസ് പഠിക്കുന്നത്. ദെൻ ഗെസ്റ്റാൾട്ട് എന്ന പദം ഒറിജിൻ ചെയ്തിരിക്കുന്നത് ഒരു ജർമ്മൻ പദത്തിൽ നിന്നാണ് കേട്ടോ. ഒരു ജർമ്മൻ പദത്തിൽ നിന്നാണ്. ഗെസ്റ്റാൾട്ട് എന്ന പദം ജർമ്മൻ വേർഡാണ്. അതിന്റെ മീനിങ് ഷേപ്പ്, ഫിഗർ ഓർ ഫോം. ഓക്കെ അല്ലേ? സോ അതിനെ പാറ്റേൺ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. സോ ദ ഫോളോയിങ് പ്രിൻസിപ്പിൾസ് മേക്ക് അവർ പെർസെപ്ഷൻ മോർ മീനിങ്. അപ്പോൾ ഗെസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് സൈക്കോളജിയിൽ പറയുന്നത് ഏതൊരു വസ്തുവിനെ കണ്ടാലും നമുക്കതിനെ ഗ്രൂപ്പ് ആക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഗ്രൂപ്പ് ആക്കാനുള്ള പ്രവണത തോന്നുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഏതൊരു സംഗതി കാണിച്ചാലും ഗ്രൂപ്പ് ആക്കാനുള്ള പ്രവണത ഉണ്ടാകും. അങ്ങനെ ഗ്രൂപ്പ് ആക്കുന്നത് താഴെ പറയുന്ന തത്വങ്ങൾ പ്രകാരമാണ്. ഒന്ന്, പ്രോക്സിമിറ്റി അഥവാ മീൻസ് നിയർനെസ്. അടുത്തുള്ള വസ്തുക്കളെ നമുക്ക് ഗ്രൂപ്പ് ആക്കാൻ തോന്നും. അപ്പോൾ വസ്തുക്കളെ നാം ഗ്രൂപ്പായിട്ട് കണക്കാക്കാനുള്ള പ്രവണത നമുക്കുണ്ടാകും. അതിലൊരെണ്ണം ഞാൻ പറഞ്ഞു, നമുക്ക് ഷേപ്സ്, കളേഴ്സ് ഒക്കെ അനുസരിച്ച് ഗ്രൂപ്പ് ആക്കാൻ തോന്നും എന്ന് പറഞ്ഞു. അതേപോലെ പ്രധാനമാണ് നിയർനെസ് അഥവാ അടുത്തിരിക്കുന്ന വസ്തുക്കളെ നമുക്ക് ഗ്രൂപ്പ് ആക്കാൻ തോന്നും. ഇതിനാണ് പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമിറ്റി. പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ അടുപ്പം എന്ന അർത്ഥത്തിനാണ്. അകലം അല്ലെങ്കിൽ നിയർനെസ് അടുപ്പം എന്ന അർത്ഥത്തിനാണ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. സോ പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമിറ്റി പറയുന്നു, നിയർനെസ് അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു വസ്തുവിനെ ഗ്രൂപ്പായിട്ട് തരംതിരിക്കാൻ കഴിയും. ഫിസിക്കൽ വേൾഡിൽ അങ്ങനെ തന്നെയാണല്ലോ. അടുത്തടുത്ത് നിൽക്കുന്ന ആളുകളാണ് ഫ്രണ്ട്സ് അല്ലേ? നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് അടുത്തടുത്ത് നിൽക്കുന്ന ആളുകളെയാണ്. അപ്പൊ അടുത്തടുത്ത് നിൽക്കുന്നതിനെ ഗ്രൂപ്പായിട്ട് കണക്കാക്കാൻ തോന്നും. ദ ഒബ്ജക്ട്സ് വിച്ച് ആർ നിയറർ ടു ഈച്ച് അതർ ക്യാൻ ബി പെർസീവ്ഡ് മീനിങ്ഫുള്ളി ബൈ ഗ്രൂപ്പിംഗ് ദം. അടുത്തടുത്തിരിക്കുന്ന വസ്തുക്കളെ നാം ഗ്രൂപ്പായിട്ട് കണ്ടുകൊണ്ട് മനസ്സിലാക്കാനാണ് ശ്രമിക്കുക. ഇവിടെ ഈ ഒരു ഇമേജ് നോക്കുമ്പോൾ പ്രോക്സിമിറ്റിയെ നമ്മൾ മെയിൻ ആയിട്ട് കണക്കാക്കും. ഇവിടെ പല തരത്തിലുള്ള ഷേപ്സ് ഉണ്ട് എങ്കിലും രണ്ട് ഗ്രൂപ്പ് ആക്കാൻ പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ പറയും ഇതൊരു ഗ്രൂപ്പ്, ഇത് മറ്റൊരു ഗ്രൂപ്പ് എന്ന് പെട്ടെന്ന് പറയും. കാരണം ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് അല്ലേ? ഇവകൾ അടുത്ത് നിൽക്കുന്നു, ഈ രണ്ട് റോയും അടുത്ത് നിൽക്കുന്നു. സോ അടുത്തടുത്ത് നിൽക്കുന്നത് രണ്ട് ഗ്രൂപ്പായിട്ട് നമ്മൾ കാണുന്നു. അപ്പൊ അടുത്ത് നിൽക്കുന്നത് ഒരു ഗ്രൂപ്പായിട്ടും ഇവിടെ അടുത്ത് നിൽക്കുന്നത് മറ്റൊരു ഗ്രൂപ്പായിട്ടും കാണുന്നു. ഇവകൾക്കിടയിൽ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് ഇവ രണ്ടും ഒറ്റ ഗ്രൂപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ഐഡന്റിഫൈ ചെയ്യില്ല. അപ്പൊ അടുത്തടുത്ത് നിൽക്കുന്നതിനെ ഗ്രൂപ്പായിട്ട് കാണാനുള്ള പ്രവണതയ്ക്കാണ് പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് സിമിലാരിറ്റി. ഞാൻ ആദ്യം പറഞ്ഞത് പ്രിൻസിപ്പിൾ ഓഫ് സിമിലാരിറ്റിക്ക് ഉദാഹരണമാണ്. ഒരേ സൈസ് ഉള്ളത്, ഒരേ കളർ ഉള്ളത്, ഒരേ ഷേപ്പ് ഉള്ളതിനെ ഒരു യൂണിറ്റായി കാണാൻ ഉള്ള പ്രവണതയാണ് പ്രിൻസിപ്പിൾ ഓഫ് സിമിലാരിറ്റി. സോ ദെയർ ഈസ് എ ടെൻഡൻസി ടു പെർസീവ് ഒബ്ജക്ട്സ് ഓഫ് സിമിലർ സൈസ്. ഒരേ സൈസ് ഉള്ളത്, ഒരേ ഷേപ്പ് ഉള്ളത്, ഒരേ കളർ ഉള്ളതിനെയെല്ലാം ഒറ്റ യൂണിറ്റ് ആയിട്ട് കാണാനുള്ള പ്രവണതയാണ് പ്രിൻസിപ്പിൾ ഓഫ് സിമിലാരിറ്റി. ഇവിടെ ഈ ഒരു പാറ്റേൺസ് കണ്ടാൽ നിങ്ങൾക്ക് എത്ര ഗ്രൂപ്പ് ആക്കാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ പറയാം രണ്ട് ഗ്രൂപ്പ്സ് ഉണ്ട്. രണ്ട് ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്? ഇത് രണ്ടും ഒരു ഗ്രൂപ്പ്, കാരണം ഒരേ ഷേപ്പ് അല്ലേ. ദെൻ ഇത് രണ്ടും ഒരു ഗ്രൂപ്പ്, ഇങ്ങനെ പറയാം. വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, രണ്ട് ഗ്രൂപ്പ് ഉണ്ട്. ഈ ഒരു വയലറ്റ് കളറിലുള്ള, വയലറ്റ് ആണല്ലോ അല്ലെ, വയലറ്റ് കളറിലുള്ള ഒരു ഗ്രൂപ്പ്, പിങ്ക് കളറിലുള്ള ഒരു ഗ്രൂപ്പ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഗ്രൂപ്പ് ആക്കാൻ കഴിയുന്നു. ഒന്നെങ്കിൽ കളറിന്റെ അടിസ്ഥാനത്തിൽ ഇത് രണ്ടും ഒരു ഗ്രൂപ്പായിട്ട്, ഇത് രണ്ടും ഒരു ഗ്രൂപ്പായിട്ട് കാണുന്നു. അല്ലെങ്കിൽ ഷേപ്സിന്റെ അടിസ്ഥാനത്തിൽ ഇത് രണ്ടിനെയും ഒരു ഗ്രൂപ്പ്, ഇത് രണ്ടിനെയും ഒരു ഗ്രൂപ്പ്. പല ആളുകളും പല തലത്തിലാണ് കാണുന്നത്. അത് നിങ്ങളുടെ പേഴ്സണാലിറ്റി അനുസരിച്ചാണ്. സോ ചുരുക്കം പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് സിമിലാരിറ്റിയിൽ നമ്മൾ പറയുന്നത് സിമിലർ സൈസ്, ഒരേ സൈസ് അല്ലെങ്കിൽ ഷേപ്പ് അല്ലെങ്കിൽ കളർ ഉള്ളതിനെ ഒറ്റ ഫിഗർ ആയി കാണാനുള്ള, മനസ്സിലാക്കാനുള്ള പ്രവണത.
പ്രോക്സിമിറ്റിയിൽ അടുത്തടുത്തുള്ളതിനെ ഒരു ഗ്രൂപ്പായിട്ട് കാണാനുള്ള പ്രവണത. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ദെൻ അടുത്തതിലേക്ക് വരാം. Any stimulus which extends in the same direction or shape is perceived as a whole. ഇനി അടുത്ത ഒരെണ്ണമാണ് കണ്ടിന്യൂറ്റി അഥവാ തുടർച്ച. നാം കാണുന്ന പാറ്റേൺ, അടുത്തടുത്ത് കാണുന്ന പാറ്റേണിൽ ഒരു തുടർച്ച പെർസീവ് ചെയ്യാനുള്ള പ്രവണതയാണ്. എനി സ്റ്റിമുലസ് വിച്ച് എക്സ്റ്റെൻഡ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ, ഒരേ ദിശയിലേക്ക് പോകുന്ന ചില സ്റ്റിമുലസ് അല്ലെങ്കിൽ ഷേപ്പ്, അതിനെ നമ്മൾ മൊത്തത്തിൽ ഹോൾ ആയിട്ട് കാണുന്നു, ഒരേ ദിശയിലേക്ക്. സോ അവർ അറ്റൻഷൻ ഈസ് ഹെൽഡ് മോർ ബൈ കണ്ടിന്യൂസ് പാറ്റേൺ റാദർ ദാൻ ഡിസ്കണ്ടിന്യൂസ് വൺസ്. അപ്പോൾ ഒരേ ദിശയിലേക്ക് അടുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളെ നാം അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ താല്പര്യപ്പെടുന്നു. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് എങ്ങനെയായിരിക്കും? മിക്കവാറും കാണുന്നത് ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി, ഇങ്ങനെ വന്നു, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണാനായിരിക്കും നമ്മുടെ മനസ്സിന് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. നേരെ മറിച്ച് ഇവിടെ ഇതിങ്ങനെ അവസാനിക്കുന്നു, ഇവിടെ ഇങ്ങനെ ഇത് അവസാനിക്കുന്നു, ഓരോന്നും ഇങ്ങനെ അവസാനിക്കുന്നു എന്നതിലപ്പുറം ഈ ഒരു ഒരേ ദിശയിലുള്ള പാറ്റേൺ കണ്ടിന്യൂ ആയിട്ട് പോകാനായിരിക്കും നമ്മൾ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ അങ്ങനെ കാണാനാണ് നമ്മുടെ മനസ്സിന് താല്പര്യം. അപ്പോൾ മനസ്സിലായോ? എനി സ്റ്റിമുലസ് വിച്ച് എക്സ്റ്റെൻഡ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ, ഒരേ ദിശയിലേക്ക് പോകുന്ന കാര്യത്തെ നാം അത് മൊത്തത്തിൽ ഒറ്റ പാറ്റേൺ ആയിട്ട് കാണുന്നു. ഇതിങ്ങനെ തുടർന്നു പോകുന്ന ഒറ്റ പാറ്റേൺ ആയിട്ട് കാണാൻ എന്ത് ചെയ്യുന്നു? ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് നമ്മൾ നിലത്തൊക്കെ ഇടുന്ന ഇന്റർലോക്കിലെ പിക്ചേഴ്സ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇന്റർലോക്കിൽ ഓരോ ഇന്റർലോക്കും വെച്ച് നമ്മൾ അടുക്കിയാണ് അതിനെ ഒന്ന് മൊത്തത്തിൽ റെഡിയാക്കുന്നത്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? കണ്ടിന്യൂ ആയിട്ട് പോകുന്ന ഒരു ഫിഗർ ആയിട്ടാണ് നമ്മൾ അതിനെ പെർസീവ് ചെയ്യുന്നത്. അങ്ങനെയായിരിക്കും നമ്മുടെ മനസ്സിന് താല്പര്യം, അതായിരിക്കും. അതേപോലെ ഇപ്പോൾ എൻ്റെ മുന്നിലൂടെ സൗണ്ട് പ്രൂഫ് കാണുന്നുണ്ട്. ഈ സൗണ്ട് പ്രൂഫ് എല്ലാം ഇങ്ങനെ ഒരു പാറ്റേൺ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിട്ടായിരിക്കും കാണുക. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, സീലിംഗിൽ കാണുന്ന പാറ്റേൺസ് മിക്കതും അത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതായിരിക്കും. ഒരേ ദിശയിലേക്ക് പോകുന്ന സംഗതികളെ കണ്ടിന്യൂ ആയിട്ട്, അതിനെ ഒരു ഹോൾ ആയിട്ട് കാണാനുള്ള പ്രവണതയാണ് പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി. ഓക്കെ അല്ലേ? നിങ്ങൾ ഓരോ പാറ്റേൺ മനസ്സിലേക്ക് ഓർത്ത് വെക്കുക. ദെൻ അടുത്തതോ പ്രിൻസിപ്പിൾ ഓഫ് ക്ലോസർ. പ്രിൻസിപ്പിൾ ഓഫ് ക്ലോസർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പിക്ചർ കാണുന്നുണ്ടല്ലോ. ഈ പിക്ചറിൽ നിങ്ങൾ എന്താ കാണുന്നത്? പാണ്ടയാണ് കാണുന്നത് അല്ലേ? യഥാർത്ഥത്തിൽ അവിടെ വരച്ചിരിക്കുന്നത് പാണ്ടയാണോ? ഇവിടെ ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കാം വരച്ചത്. ഇതൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഭാഗങ്ങളിൽ മാത്രം ബ്ലാക്ക് കളറിലുള്ള പെൻ യൂസ് ചെയ്ത് കളർ ചെയ്തിരിക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിനൊരു പാണ്ടയായിട്ട് മനസ്സിലാക്കുന്നു. ഇവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ ഭാഗത്തൊക്കെ ഗ്യാപ്പ് കാണുന്നുണ്ട്. പക്ഷെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കാണാനാണ് നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു വസ്തുവിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കൂടിയും ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു പിക്ചർ ആയിട്ട് കാണാനാണ് നമ്മുടെ മനസ്സ് താല്പര്യപ്പെടുന്നത്. സോ വൈൽ കോൺഫ്രണ്ടിങ് ആൻഡ് incomplete pattern, one tends to complete or close the pattern or fill in the sensory gaps and perceive it is a meaningful whole. ഒരു വസ്തുവിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് എങ്കിൽ കൂടിയും, അല്ലെ, ഒരു ഇൻകംപ്ലീറ്റ് പാറ്റേൺ ആണെങ്കിൽ കൂടിയും നമ്മുടെ മനസ്സ് താല്പര്യപ്പെടുന്നത് അതിന്റെ ഗ്യാപ്പ് എല്ലാം ഫില്ല് ചെയ്ത് മനസ്സിലാക്കാനാണ്. ഇത് ഇപ്പൊ ഞാനിങ്ങനെ വരയ്ക്കാണ്, കണ്ടോ? ഞാനിവിടെ കുറച്ച് ലൈൻസ് വരച്ചിട്ടേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്കത് ട്രയാങ്കിൾ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക. അവിടെ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് ആ ഗ്യാപ്പ് അങ്ങനെ ആയിട്ട് നിങ്ങളുടെ മനസ്സ് എന്ത് ചെയ്യില്ല, ബ്രെയിൻ എന്ത് ചെയ്യില്ല, സ്പെയർ ചെയ്യില്ല. നിങ്ങളുടെ ബ്രെയിനിന്റെ ടെൻഡൻസി, നിങ്ങളുടെ മാത്രമല്ല, എൻ്റെയും എല്ലാ മനുഷ്യരുടെയും ടെൻഡൻസി ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ട് നമുക്ക് പരിചയമുള്ള ഒരു പാറ്റേൺ ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ടെൻഡൻസി. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ക്ലോസർ എന്ന് പറയുമ്പോൾ തന്നെ അടച്ചു കാണുക, ഗ്യാപ്പ് അടച്ചു കാണുക. ഗ്യാപ്പ് ഉള്ള ഒരു വസ്തുവിനെ ഗ്യാപ്പ് അടച്ചുകൊണ്ട് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു വസ്തുവായിട്ട് മനസ്സിലാക്കാനാണ് നമ്മുടെ താല്പര്യം. So this type of organization is extremely helpful in making valuable interpretation of various incomplete objects. അപ്പോൾ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള പല ഒബ്ജക്ട്സിനെയും മനസ്സിലാക്കാൻ ഈ ഒരു പാറ്റേൺ നമ്മളെ സഹായിക്കുന്നു. ആൻഡ് പാറ്റേൺസ് ഓർ സ്റ്റിമുലി പ്രസന്റ് ഇൻ അവർ എൻവയോൺമെന്റ്, നമ്മുടെ ചുറ്റുപാടുമുള്ള പല വസ്തുക്കളും അവകൾ ചിലപ്പോൾ എന്തായിരിക്കില്ല, കംപ്ലീറ്റ് ആയിരിക്കില്ല. പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ ബ്രെയിനിൽ ഈ ഒരു ടെൻഡൻസി ഉള്ളത് കൊണ്ടാണ്. ഇനി നിങ്ങളുടെ ചുറ്റുമുള്ള ചിത്രങ്ങളൊക്കെ ഒന്ന് നോക്കൂ. ഈ പറയുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോന്ന്. നിങ്ങളുടെ ബ്രെയിൻ ഓൾറെഡി ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ എന്തല്ല, കോൺഷ്യസ് അല്ല. ഈ തിയറീസ് പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കോൺഷ്യസ് ആയിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കുക ഇതൊക്കെ നിങ്ങളുടെ റിയൽ ലൈഫിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് സിമിട്രി. സിമിട്രി എന്ന് പറഞ്ഞാൽ രൂപമാണ്, കൃത്യമായിട്ടുള്ള രൂപം, സ്ട്രക്ചർ ഉള്ള ഷേപ്സിനെയാണ് സിമിട്രി എന്ന് പറയുന്നത്. സോ ഒബ്ജക്ട്സ് ഹാവിംഗ് സിമിട്രിക്കൽ ഷേപ്പ് ഓർ പെർസീവ്ഡ് ഗ്രൂപ്പ്സ്.
അപ്പോൾ സിമെട്രിക്കൽ ഷേപ്സ് ഉള്ള വസ്തുക്കളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എത്ര ഷേപ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ദാ സർക്കിൾ ഉണ്ട്, ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, ഇവിടെ സർക്കിൾ ഉണ്ട്, ഇവിടെ ട്രയാങ്കിൾ ഉണ്ട്, ദെൻ റെക്റ്റാങ്കിൾ ഉണ്ട്, മൊത്തത്തിലൊരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട് നിങ്ങൾ കാണും. അപ്പോൾ ഒരു ചിത്രത്തിൽ സിമെട്രിക്കൽ ഷേപ്സ് ഉണ്ട് എങ്കിൽ അതിനെ ഒരു ഗ്രൂപ്പായിട്ട് കാണാനുള്ള പ്രവണതയ്ക്കാണ് പ്രിൻസിപ്പിൾ ഓഫ് സിമെട്രി. അപ്പോൾ സിമെട്രിക്കൽ ഷേപ്പ് അവിടെ തന്നെ ഉണ്ട്, സിമെട്രിക്കൽ ഷേപ്പിനെ ഗ്രൂപ്പായിട്ട് കാണാനുള്ള പ്രവണതയാണ് പ്രിൻസിപ്പിൾ ഓഫ് സിമെട്രി എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? സോ പാറ്റേൺസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി അതല്ലാത്ത മറ്റു ചില തത്വങ്ങളിലേക്ക് നമുക്ക് വരാം. പ്രിൻസിപ്പിൾ ഓഫ് കോണ്ടെക്സ്റ്റ്. പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ ഈസ് ആൾസോ ഗവേൺഡ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് കോണ്ടെക്സ്റ്റ്. ഓരോ സാഹചര്യം അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഒരു വസ്തു നാം കാണുന്ന സാഹചര്യത്തിൽ വ്യത്യാസം ഉണ്ടാകും. ദാറ്റ്സ് ആൻ എക്സാമിനർ മേ അവാർഡ് ഹയർ മാർക്സ് ടു ദ സെയിം ആൻസർ ബുക്ക് ഇൻ എ പ്ലസന്റ് കോണ്ടെക്സ്റ്റ് ആൻഡ് ദാൻ ഇൻ ആൻ അൺപ്ലസന്റ് വൺ. അപ്പോൾ നാം ഒരു വസ്തുവിനെ കാണുന്ന സാഹചര്യം, അതിൻ്റെ ചുറ്റുപാട് വളരെ പ്രധാനമാണ്. ഇതിന് ഉദാഹരണമായിട്ട് പറഞ്ഞത് കണ്ടില്ലേ, ഒരു എക്സാമിനർ, ഒരു പരിശോധകൻ മാർക്ക് കൊടുക്കുന്ന സമയത്ത് വളരെ സന്തോഷത്തിലാണ്, അയാളുടെ കോണ്ടെക്സ്റ്റ് പ്ലഷർ ആണെങ്കിൽ അയാൾ എന്ത് ചെയ്യും, നല്ല മാർക്ക് കൊടുക്കും. എന്നാൽ അതേ ആൻസർ ബുക്ക് ഇയാളുടെ അടുക്കൽ കിട്ടുന്നത് കുറച്ച് സങ്കടമുള്ള സാഹചര്യത്തിലാണെങ്കിൽ അയാൾ അതിന് നല്ല മാർക്ക് കൊടുക്കില്ല. അപ്പോൾ കോണ്ടെക്സ്റ്റ്, ഒരു കാര്യം നമ്മൾ കാണുന്ന കോണ്ടെക്സ്റ്റ് പ്രധാനമാണ്. അപ്പം അതിൻ്റെ മറ്റൊരു തരത്തിലുള്ള എക്സാമ്പിളാണിത്. ഇവിടെ ഒരാൾ നിൽക്കുന്ന പരിസരം, അയാൾ നിൽക്കുന്ന പരിസരം അതിനെ മനസ്സിലാക്കുന്നതിൽ വ്യത്യാസം വരുന്നു. ഇവിടെ നോക്കുമ്പോൾ നമ്മൾ കരുതും ഇയാൾക്ക് ഉയരം കുറവാണ്, ഇയാൾക്ക് ഉയരം കൂടുതലാണ്. എന്നാൽ ഇവർ പരസ്പരം പ്ലേസ് മാറുമ്പോൾ മറ്റാൾ ഉയരം കൂടിയതായിട്ട് നമുക്ക് തോന്നുന്നു. പക്ഷെ അതിൻ്റെ യഥാർത്ഥ കാരണം അവർ നിൽക്കുന്ന ഒരു പരിസരമാണ്, ഒരു കോണ്ടെക്സ്റ്റാണ്. ഈ ഒരു ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന സ്ഥലം യഥാർത്ഥത്തിൽ ഒരു ഭാഗത്ത് ഹൈറ്റ് കുറവാണ്, ഇവിടെ ഹൈറ്റ് കൂടുതലാണ്. കണ്ടോ, ഒരു ഭാഗത്ത് ഹൈറ്റ് കുറവും ഒരു ഭാഗത്ത് ഹൈറ്റ് കൂടുതലുമാണ്. അപ്പൊ അവർ നിൽക്കുന്ന കോണ്ടെക്സ്റ്റിലെ വ്യത്യാസം അനുസരിച്ച് അവരെ മനസ്സിലാക്കുന്നതിലോ വ്യത്യാസം വരുന്നു. മനസ്സിലായോ? സോ ഈ പാറ്റേൺസ് ഒക്കെ വളരെ രസകരമായിട്ടുള്ള പാറ്റേൺസ് ആണ്. ഇപ്പൊ ഈ പെർസെപ്ഷൻ എന്ന് പറയുന്ന ഒരു മാജിക്കലാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട മ്യൂസിയംസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടോ എന്ന് അറിയില്ല, പല വിദേശ രാജ്യങ്ങളിലും ഈ ഒരു പെർസെപ്ഷനെ ആയിട്ട് ബന്ധപ്പെട്ട മ്യൂസിയംസ് വരുന്നുണ്ട്. അവിടെ പോയി കാണുന്ന സമയത്ത് നമുക്ക് തന്നെ അത്ഭുതമാണ്. ഒരു മായാജാല കൊട്ടാരം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന പല മ്യൂസിയംസും ഉണ്ട്. അപ്പോൾ ഒരാൾ നിൽക്കുന്ന സ്ഥലം അത് പെർസെപ്ഷനെ ബാധിക്കുന്നു എന്നതിന് നല്ലൊരു ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് സെറ്റാണെന്ന് കരുതുന്നു. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രാസ്റ്റ്. മറ്റൊന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രാസ്റ്റ്. പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ perceptual organization is much affected through contrast effects, as the stimuli that are in sharp contrast to nearby stimuli may draw our maximum attention and carry different perceptual effects. ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സ്റ്റിമുലി നിൽക്കുന്ന ചുറ്റുപാടിൻ്റെ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിറത്തിൽ വരുന്ന വ്യത്യാസമാണ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? നിറം ഡാർക്ക് ആകുന്നു, ബ്രൈറ്റ് ആകുന്നു. ആ ഒരു വ്യത്യാസം ആ സ്റ്റിമുലിയെ മനസ്സിലാക്കുന്നതിൽ പല തരത്തിലുള്ള ഡിഫറൻസ് ഉണ്ടാക്കും. ഇവിടെ നോക്കൂ, ഈ ചിത്രത്തിൽ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന ഏത് റെക്റ്റാങ്കിളാണ് കുറച്ച് ഡാർക്കർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുക ഇതായിരിക്കും, അല്ലേ? ഇതായിരിക്കും. അതിൻ്റെ കാരണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടി ഡാർക്കറാണ്, കോൺട്രാസ്റ്റ് എഫക്റ്റ് കൂടുതലാണ്. സോ ഒരു സ്റ്റിമുലിയുടെ ആ ബാക്ക്ഗ്രൗണ്ടിൽ കോൺട്രാസ്റ്റ് കൂടുതലായതുകൊണ്ട് നമ്മൾ അത് ഡാർക്കർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. സത്യത്തിൽ ഇത് മൂന്നും ഒരേ കളറാണ്. പക്ഷെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വ്യത്യാസം വരുന്നു, കോൺട്രാസ്റ്റ് എഫക്റ്റിൽ വ്യത്യാസം വരുന്നത് കൊണ്ടാണ് നാം മനസ്സിലാക്കുന്നതിൽ വ്യത്യാസം വരുന്നത്. സോ perceptual organization is much affected through contrast effect as the stimuli that are in sharp contrast. ഒരു ഷാർപ്പായിട്ടുള്ള കോൺട്രാസ്റ്റിലുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നു. To nearby stimuli may draw our maximum attention and carry different perceptual effects. അപ്പോൾ കോൺട്രാസ്റ്റ് കൂടിയ കാര്യം, ബ്ലാക്കിനാണ് കോൺട്രാസ്റ്റ് കൂടിയതല്ലേ ഈ തന്നിരിക്കുന്നതിൽ. അപ്പോൾ അതിലുള്ള സ്റ്റിമുലസിനെ നമ്മൾ കുറച്ചുകൂടി അറ്റൻറ്റീവായിട്ട് ശ്രദ്ധിക്കുന്നു. അപ്പോൾ മറ്റുള്ള സ്റ്റിമുലിയേക്കാൾ കുറച്ച് ബ്രൈറ്റർ ആയിട്ട് ഇത് നമുക്ക് ഫീൽ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഇത് മൂന്നും ബ്രൈറ്റർ തന്നെയാണ്. അതിൻ്റെ ചുറ്റുപാടിലുള്ള കോൺട്രാസ്റ്റ് എഫക്റ്റിലെ വ്യത്യാസമാണ് ഇതിന് കാരണം. ഇത് നിങ്ങൾക്ക് അറിയുന്ന സംഗതി ആയിരിക്കും. സോ അത് ഓർത്ത് വയ്ക്കുക. സെറ്റല്ലേ? അപ്പോൾ പെർസെപ്ഷനായിട്ട് ബന്ധപ്പെട്ട പല തരത്തിലുള്ള തിയറീസും നമ്മൾ നോക്കി. ഇനി
പെർസെപ്ഷനെ ബാധിക്കുന്ന ചില ഘടകങ്ങൾ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർസെപ്ഷനെ ബാധിക്കുന്ന ചില ഘടകങ്ങളിലേക്ക് നമുക്ക് പോകാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർസെപ്ഷനെ ബാധിക്കുന്ന ഘടകങ്ങൾ. There are individual difference in perceptual abilities. നമ്മൾ പറഞ്ഞു, ഞാൻ മനസ്സിലാക്കുന്നത് പോലല്ല മറ്റൊരാൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഓരോ വ്യക്തിയും ഒരു കാര്യം മനസ്സിലാക്കുന്നതിൽ വ്യത്യാസമുണ്ട്. Two people may perceive the same stimulus differently. രണ്ടാളുകൾ ഒരേ കാര്യം തന്നെ വ്യത്യസ്ത രീതിയിലായിരിക്കും മനസ്സിലാക്കുന്നത്. സോ ഈ ഒരു പെർസെപ്ഷനിൽ വരുന്ന വ്യത്യാസത്തിന് പല കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ട കുറച്ച് കാരണങ്ങൾ നമ്മൾ പറയുന്നു. ഒന്നാമത്തത് സെൻസ് ഓർഗൻസ്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഹാൻഡ് എന്നുള്ളത് സ്കിന്നിൻ്റെ രീതിയിലാണ് കേട്ടോ, സ്കിന്നാണ്. അപ്പോൾ ഐസ്, മൗത്ത് അല്ലെങ്കിൽ ടങ്ക്, നോസ്, ദെൻ സ്കിൻ, ഇയേഴ്സ്, ഇതാണ് നമ്മുടെ സെൻസറി ഓർഗൻസ്. സോ പെർസെപ്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സെൻസ് ഓർഗൻസ് ഓർ റിസെപ്റ്റേഴ്സ് ഓൺ വിച്ച് ദ സ്റ്റിമുലി ആക്ട്. അപ്പോൾ ഏതൊരു സെൻസറി ഓർഗൻസിലൂടെയാണോ നമ്മൾ ഒരു സ്റ്റിമുലിയെ സ്വീകരിക്കുന്നത്, അത് എത്ര കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ പെർസെപ്ഷനിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പം നല്ല കാഴ്ചയുള്ള ഒരാൾ കാണുന്നത് പോലെ ആയിരിക്കില്ല കാഴ്ച കുറവുള്ള ഒരാൾ കാണുക. നല്ല കേൾവിയുള്ള ഒരാൾ കാണുന്നത് പോലെ ആയിരിക്കില്ല കേൾവി കുറവുള്ള ആളുകൾ കാണുക. അപ്പോൾ സെൻസറി ഓർഗൻസിലെ വ്യത്യാസം എന്തായാലും പെർസെപ്ഷനെ ബാധിക്കും. ദ സെൻസറി ന്യൂറോൺസ് ആൻഡ് ട്രാൻസ്മിറ്റ് ദ നെർവ് കറന്റ് ഫ്രോം ദ റിസെപ്റ്റേഴ്സ് ടു ദ സെൻസറി ഏരിയ ഓഫ് ദ ബ്രെയിൻ. അപ്പോൾ സെൻസറി ഓർഗൻസിലൂടെ ഒരു സ്റ്റിമുലിയെ റിസീവ് ചെയ്തിട്ട് അത് എവിടെ കൊണ്ടുപോകുന്നു? സെൻസറി ന്യൂറോൺസ് അതിനെ എങ്ങോട്ടേക്ക്? ബ്രെയിനിൻ്റെ സെൻസറി ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവിടെയുള്ള ഓരോ ന്യൂറോൺസിൻ്റെയും അതേപോലെ ബ്രെയിനിലെ ഓരോ ഭാഗങ്ങളുടെയും കാര്യക്ഷമത വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് എത്ര കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതിന് വ്യത്യാസം വരും? നമ്മുടെ പെർസെപ്ഷന് വ്യത്യാസം വരും. ഫോർ എക്സാമ്പിൾ, ഇഫ് കോൺസ് ആർ നോട്ട് ഡെവലപ്ഡ് ഇൻ ദ റെറ്റിന, നമ്മുടെ റെറ്റിനയിൽ കോൺ കോശങ്ങൾ കൃത്യമായിട്ടും വർക്ക് ചെയ്തില്ല എങ്കിൽ, കോൺ കോശങ്ങളാണ് നിറങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്നത്. അവിടെ കളർ കനോട്ട് ബി പെർസീവ്ഡ്, അവിടുത്തെ നിറം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കില്ല. അപ്പോൾ ഒരു സ്ഥലത്തെ നിറങ്ങൾ അല്ലെങ്കിൽ രുചി ഒക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, മനസ്സിലാകണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സെൻസറി ഓർഗൻസും ടിഷ്യൂസും നമ്മുടെ ബ്രെയിനിലെയും ഓർഗൻസിലെയും ഭാഗങ്ങളും കൃത്യമായിട്ട് വർക്ക് ചെയ്യണം. പ്രത്യേകിച്ച് നെർവസ് സിസ്റ്റത്തിലെ അത് കൃത്യമായിട്ട് വർക്ക് ചെയ്തില്ല എങ്കിൽ പെർസെപ്ഷന് വ്യത്യാസം ഉണ്ടാകും. ദെൻ ബ്രെയിനിലേക്ക് വരുമ്പോൾ പെർസെപ്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫങ്ഷനിങ് കപ്പാസിറ്റി ഓഫ് ബോത്ത് ദ സെൻസറി ആൻഡ് അസോസിയേഷൻസ് ഏരിയാസ് ഓഫ് ദ ബ്രെയിൻ. അപ്പോൾ സെൻസറി ഏരിയ ആണ് അല്ലെങ്കിൽ സെൻസറി ഓർഗൻസ് ആണ് നമ്മുടെ സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്നത്. ഇത് റിസീവ് ചെയ്ത് എവിടെ കൊണ്ട് ചെന്നെത്തിക്കുന്നു? ബ്രെയിനിൽ കൊണ്ട് ചെന്നെത്തിക്കുന്നു. ബ്രെയിനിൽ കൊണ്ട് ചെന്നെത്തിക്കുമ്പോൾ അവിടെ സെൻസേഷനുമായിട്ട് ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗം കൃത്യമായിട്ടും വർക്ക് ചെയ്തില്ല എങ്കിൽ പെർസെപ്ഷന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ഓഡിറ്ററി ഏരിയാസ് ഈസ് ഡിസ്ട്രോയിഡ് വി കനോട്ട് ഹാവ് ഓഡിറ്ററി പെർസെപ്ഷൻ. അപ്പം നമ്മുടെ ബ്രെയിനിൽ ഓഡിറ്ററി ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ ഉണ്ട്. ഇവിടെ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബ്ലാക്ക് കളറിലുള്ളത് പ്രൈമറി ഓഡിറ്ററി കോട്ടക്സും സെൻസറി ഓഡിറ്ററി കോട്ടക്സ് ഒക്കെയാണ്. ആ ഒരു ഗ്രേ കളറിലുള്ളത് ഓഡിറ്ററി അസോസിയേഷൻ കോട്ടക്സ് ആണ്. ഇതെല്ലാം നമ്മുടെ ബ്രെയിനിലെ കേൾവിയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഭാഗങ്ങളാണ്. അത് കൃത്യമായിട്ട് വർക്ക് ചെയ്തില്ല എങ്കിൽ കേൾവി ശക്തി കൃത്യമായിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ സെൻസറി ഓർഗൻസ് എങ്ങനെയാണോ വർക്ക് ചെയ്യേണ്ടത് അത് കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ബ്രെയിനിലെ നിശ്ചിത ഭാഗങ്ങൾ കൃത്യമായിരിക്കണം, കാര്യക്ഷമമായിരിക്കണം. അതിൽ തകരാറ് വന്നു കഴിഞ്ഞാൽ പെർസെപ്ഷനിലും വ്യത്യാസം ഉണ്ടാകും. ഓക്കെ അല്ലേ? അപ്പോൾ ബ്രെയിനിലെ തകരാറ് നമ്മുടെ പെർസെപ്ഷനെ ബാധിക്കും. ദെൻ അടുത്തത് മെമ്മറി ഇമേജസ് ഓഫ് ദ പാസ്റ്റ് എക്സ്പീരിയൻസ്. കഴിഞ്ഞ കാല അനുഭവങ്ങളെ കുറിച്ചുള്ള ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. മെമ്മറി ഇമേജ് എന്ന് പറയുമ്പോൾ ഓർമ്മയിലെ ചിത്രങ്ങളാണ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ ചില ചിത്രങ്ങളായിട്ട് സൂക്ഷിക്കാറുണ്ട്. അതിനെയാണ് മെമ്മറി ഇമേജസ് എന്ന് പറയുന്നത്. സോ മെമ്മറി ഇമേജസ് ഹെൽപ്പ് us ഇൻ ദ കോംപ്രിഹെൻഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ഓർ സ്റ്റിമുലസ് ബിഫോർ us. അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു വസ്തുവിനെ മനസ്സിലാക്കാൻ നമ്മുടെ ഓർമ്മയിലെ ചിത്രങ്ങൾ, മനസ്സിലെ ചിത്രങ്ങൾ സഹായിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മുമ്പ് കണ്ട് പരിചരിച്ച ഒരു ചിത്രം കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോൾ അതിലെ പാറ്റേൺസ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് പിക്ചേഴ്സ് കാണിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. അത് കൃത്യമായിട്ടും വർക്ക്ഔട്ട് ചെയ്ത ആളുകൾ എളുപ്പത്തിൽ അത് ക്രാക്ക് ചെയ്യാനുള്ള കാരണം അവർ മുമ്പ് അത് കണ്ട് പരിചയിച്ചത് കൊണ്ട്
അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസിലെ മെന്റൽ ഇമേജ് അല്ലെങ്കിൽ മെമ്മറി ഇമേജ് അവരെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഓൾറെഡി ചില ചിത്രങ്ങൾ, ഓർമ്മ ചിത്രങ്ങൾ ഉണ്ട് എങ്കിൽ അതിന് സമാനമായിട്ടുള്ള സ്റ്റിമുലസ് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് പെർസെപ്ഷൻ നടക്കും. ജനറലി പെർസെപ്ഷൻ ഇൻവോൾവ്സ് ദ ഇന്റഗ്രേഷൻ ഓഫ് സെൻസറി എക്സ്പീരിയൻസ് ഇൻ ദ ലൈറ്റ് ഓഫ് പാസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് പ്രസന്റ് സൈക്കോളജിക്കൽ കണ്ടീഷൻസ്. അപ്പോൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഒരു വസ്തുവിനെ നമ്മുടെ പഴയ കാലത്തെ അനുഭവങ്ങൾ കൂടി വെച്ച് നോക്കിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റിപ്പോർട്ട് കാണുന്ന സമയത്ത്, ഇപ്പോൾ ഒരു എക്സ്റേ കാണുന്ന സമയത്ത് നിങ്ങൾ അതിലെ ഓരോ ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അങ്ങനെ മനസ്സിലാക്കാനുള്ള കാരണം അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ക്ലിയർ ആക്കിയത് കൊണ്ടാണ്. ഇത് ഞാൻ ഏതോ ഒരു ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് കരുതുന്നു. സോ അത് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. അപ്പോൾ നിങ്ങളുടെ മെമ്മറി ഇമേജ് ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അത് മനസ്സിലാക്കാൻ സഹായിക്കുന്നത്. So experiments have shown that whenever we come in contact with new stimuli, we are inclined to interpret them in terms of our experience with similar in the past. എപ്പോഴൊക്കെ നമ്മുടെ മുന്നിൽ ഒരു സ്റ്റിമുലി വരുന്നു അപ്പോഴെല്ലാം നമ്മുടെ ബ്രെയിന് ശ്രമിക്കുക അതിനോട് സമാനമായിട്ടുള്ള കഴിഞ്ഞ കാല അനുഭവങ്ങളെ ചേർത്ത് വെക്കാനാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സ്റ്റിമുലിയോട് ബന്ധപ്പെട്ട കഴിഞ്ഞ കാല അനുഭവങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് നാം പെട്ടെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാറ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് പഠിച്ച കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകുന്നതിനുള്ള കാരണം അതാണ്. എപ്പോഴും ഒരു കാര്യം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ മുന്നേ അത് നാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, എ ചൈൽഡ് ഹാസ് കം ഇൻ കോൺടാക്ട് വിത്ത് എ ഹോഴ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് കുതിരയെ കാണുന്ന ഒരു കുട്ടി. ഹി ഹാസ് ഓൾറെഡി സീൻ എ കൗ. അവൻ പശുവിനെ കണ്ടിട്ടുണ്ട്. കുതിര ആദ്യമായിട്ട് കാണുന്നു എങ്കിൽ ഉറപ്പായിട്ട് അവൻ പറയുക എന്തായിരിക്കും, അത് പശുവാണെന്നാണ്, അല്ലേ? വെൻ ഹി ഈസ് ആസ്ക്ഡ് വാട്ട് ഇറ്റ് ഈസ്, ഹി മേ സേ ഇറ്റ് ഈസ് എ കൗ ഓർ ലൈക്ക് എ കൗ. ഒന്നെങ്കിൽ അവൻ പറയും അത് പശുവാണ്, അല്ലെങ്കിൽ പശുവിനെ പോലെ ഇരിക്കുന്നു, കാരണം അവനറിയുന്നത് പശുവാണ്. അപ്പോൾ എപ്പോഴും ഒരു സാഹചര്യത്തെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ നമ്മൾ കാണുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു വസ്തുവിനെ പോലെയാണ് നമുക്ക് ആദ്യം തോന്നുന്നത്. സോ കന്നഡയിൽ എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അത് ഫെമിലിയർ അല്ല. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് നമുക്കറിയുന്ന എന്തെങ്കിലും വസ്തുവിനോട് നമ്മൾ ഉപമിക്കും. മനസ്സിലായോ? ചില ലാംഗ്വേജ്, ഇപ്പോൾ ജാപ്പനീസ് ലാംഗ്വേജ് കാണുമ്പോൾ നമ്മൾ പറയും അത് പലതരത്തിലുള്ള ഇമേജസ്, നമുക്ക് അതിനെ പരിചയം ഇമേജസ് ആയിട്ടാണ്, ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് അതിനെ അറിയില്ല. ഇതേപോലെ മലയാളത്തെക്കുറിച്ച് അവരും പറയും, അവരത് നോക്കുമ്പോൾ വിചിത്രമായിട്ടുള്ള വരകളായിട്ടാണ് തോന്നുക. അപ്പോൾ അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഏതെങ്കിലും രൂപമായിട്ട് അവർ അതിനെ കണ്ടെത്തും. അപ്പോൾ എപ്പോഴും ഒരു കാര്യത്തിൽ നാം കാണുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള പഴയകാല ഓർമ്മകളുമായിട്ടാണ് നമ്മൾ അതിനെ ചേർത്ത് വെക്കാറ്. ദെൻ പെർസെപ്ഷനെ ബാധിക്കുന്ന മറ്റു കാര്യങ്ങളാണ് പേഴ്സണൽ ഇൻട്രസ്റ്റ് ആൻഡ് മൈൻഡ് സെറ്റ്. നമ്മുടെ താല്പര്യം അനുസരിച്ച് നമ്മുടെ മൈൻഡ് സെറ്റ് ആയിരിക്കും, അല്ലേ? നമ്മുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചായിരിക്കും ഓരോ വസ്തുവിനെയും നമ്മൾ കാണുക. അത് ഉറപ്പല്ലേ? നാം ഒരു കാര്യത്തെ മനസ്സിലാക്കുന്നത് നമ്മുടെ താല്പര്യം അനുസരിച്ചാണ്. വി പെർസീവ് ദോസ് കൺസേണിങ് അവർ ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്സ്, മോട്ടീവ്സ്, എക്സ്പെക്ടേഷൻസ് ആൻഡ് മൈൻഡ് സെറ്റ് ക്വിക്ലി ആൻഡ് ക്ലിയർലി. അപ്പോൾ നമ്മുടെ താല്പര്യവും നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ മോട്ടീവും നമ്മുടെ പ്രതീക്ഷയും അനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കും, അല്ലേ? ഇപ്പോൾ നിങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ കുറച്ച് അടുത്ത് നിൽക്കുന്ന ആളുകളായതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്നാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന റിപ്പോർട്ട് മറ്റൊരു ഫീൽഡിലുള്ള ഒരാളുടെ അടുക്കലേക്ക് കൊണ്ടു ചെന്ന് കാണിച്ചാൽ അയാൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവില്ല, കാരണം അത് അയാളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. അപ്പോൾ നാമുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ താല്പര്യം, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ എക്സ്പെക്ടേഷൻ, നമ്മുടെ മൈൻഡ് സെറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സോ അവർ അക്യൂർഡ് ഇൻട്രസ്റ്റ് ഓൾസോ ഡിറ്റർമൈൻ ദ ഒബ്ജക്ട് ഓർ ഒബ്ജക്ട്സ് വിച്ച് വിൽ പെർസീവ്. സോ അവർ അക്യൂർഡ് ഇൻട്രസ്റ്റ്, നമുക്കുള്ള താല്പര്യം, അതെന്തിനെ തീരുമാനിക്കും? നാം ഒരു വസ്തുവിനെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ ഒരു വസ്തുവിനെ നാം എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതും നമ്മുടെ താല്പര്യം അനുസരിച്ചാണ്, കേട്ടോ. നമ്മുടെ താല്പര്യം അനുസരിച്ചാണ് ഒരു വസ്തുവിനെ നാം എങ്ങനെ മനസ്സിലാക്കുന്നത് എന്നും ഇരിക്കുന്നത്. സോ എ പേഴ്സൺ ഹു ഹാസ് എ ഹോബി ഓഫ് കളക്ടിങ് സ്റ്റാമ്പ് വിൽ ക്വിക്ലി നോട്ടീസ് എനി ന്യൂ സ്റ്റാമ്പ് ഓൺ എ ലെറ്റർ. അതിന് ഉദാഹരണമാണ്, ഒരാൾക്ക് സ്റ്റാമ്പ് കളക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് ഒരു സ്റ്റാമ്പ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അയാൾക്ക് മനസ്സിലാവും അത് പുതിയ സ്റ്റാമ്പാണോ പഴയ സ്റ്റാമ്പാണോ, അതിൻ്റെ പ്രത്യേകത എന്തെന്ന്. അല്ല, ഇപ്പോൾ വാച്ചിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന ഒരാളുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റീൽസിൽ. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ വാച്ച് കാണുമ്പോഴും അതിൻ്റെ പ്രത്യേകത മനസ്സിലാവും. നമ്മളെ സംബന്ധിച്ച് എല്ലാ വാച്ചും സെയിം ആണ്. അതേപോലെ മൊബൈലിൽ ക്രേസ് ഉള്ള ആളുകളുണ്ടാവും, അവർക്ക് മനസ്സിലാവും മൊബൈലിലെ ഓരോ പ്രത്യേകതകളും, അതിലെ ക്യാമറ ഇരിക്കുന്ന പൊസിഷനും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ അതിനെ അങ്ങനെ പെർസീവ് ചെയ്യാത്തത് നമുക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. സോ നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ നോട്ടീസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ താല്പര്യം അനുസരിച്ചാണ് ഓരോ കാര്യങ്ങളെയും നമ്മൾ നോട്ടീസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ദെൻ നീഡ്സ് ആൻഡ് ഡിസൈർസ്, നേരത്തെ പറഞ്ഞതിൻ്റെ മറ്റൊരു സൈഡ് തന്നെയാണ്. നമ്മുടെ ആവശ്യവും നമ്മുടെ ആഗ്രഹവും അനുസരിച്ച്, അല്ലേ? നമ്മുടെ ആവശ്യവും ആഗ്രഹവും അനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങളെ കാണുക.
സോ അവർ നീഡ്സ് ഓർ ഡിസയേഴ്സ് ആൾസോ മോഡിഫൈ അവർ പെർസെപ്ഷൻസ്. നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമ്മുടെ പെർസെപ്ഷനെ ബാധിക്കുന്നുണ്ടോ? ബിസൈഡ്സ് ദിസ് അവർ ബിലീവ്സ്, ഒപ്പീനിയൻസ്, കൾച്ചറൽ ഐഡിയാസ് ആൾസോ മോഡിഫൈ അവർ പെർസെപ്ഷൻസ് ഓഫ് തിങ്സ് ആൻഡ് സിറ്റുവേഷൻസ് ആൻഡ് ഓബ്ജക്ട്സ്. നമ്മുടെ മുന്നിലെത്തുന്ന വസ്തുക്കളെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത് എന്നത് നമ്മുടെ ആവശ്യവും നമ്മുടെ ഡിസയർ അനുസരിച്ചും ഇരിക്കും. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? സോ ചില ആളുകൾക്ക് മുയലിനെ വളർത്താൻ ഇഷ്ടമാണ്. അപ്പോൾ മുയലിനെ വളർത്താൻ ഇഷ്ടമുള്ള ആളുകൾ അതിനെ കാണുന്നത് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു പെറ്റ് എന്ന രീതിയിലാണ്. എന്നാൽ മുയലിനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. പറയുമ്പോൾ വിചിത്രമായിട്ട് തോന്നും, പക്ഷെ അങ്ങനെയാണ് അല്ലേ? അവരെ സംബന്ധിച്ച് മുയലിനെ വളർത്താനല്ല അവരുടെ ആഗ്രഹം, അതിനെ കഴിക്കാനാണ്. അപ്പോൾ അവർ അതിനെ കാണുന്നത് നല്ലൊരു ഫ്ലഷ് ആയിട്ടാണ്. സോ ആ ഒരു ഡിഫറൻസ് എപ്പോഴും ഉണ്ടാകും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് കാണേണ്ട സംഗതി അല്ല. എന്നുവെച്ചാൽ സിമ്പിൾ എന്ന് വെച്ചാൽ പഠിക്കാൻ സിമ്പിൾ എന്നല്ല, ലളിതമായിട്ട് നാം കാണേണ്ട സാധനമല്ല ഈ പെർസെപ്ഷനിലെ ഡിഫറൻസ്. ഈ ഒരു ഡിഫറൻസ് അനുസരിച്ച് ഒരു മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡ് മാറുന്നു. ഈ സെയിം സംഗതി, ഞാൻ ഈ മുയലിൽ പറഞ്ഞ സെയിം സംഗതി മനുഷ്യനിൽ വെച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അതിൻ്റെ ഭീകരത നിങ്ങൾക്ക് മനസ്സിലാവും. ദ നാച്ചർ ഓഫ് ദ സ്റ്റിമുലി. സോ ഇതുവരെ പറഞ്ഞതെല്ലാം നാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലേ? ഒരു പെർസെപ്ഷനെ ബാധിക്കുന്ന ഒരു വ്യക്തിയിലുണ്ടാകുന്ന സവിശേഷതകൾ അനുസരിച്ചുള്ള ഓരോ ഘടകങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പം നമ്മിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, നാം കാണുന്ന സ്റ്റിമുലിയിലെ ഡിഫറൻസും എന്തിനെ ബാധിക്കാറുണ്ട്? പെർസെപ്ഷനെ ബാധിക്കാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പിൾസ് എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ? പ്രിൻസിപ്പിൾസ് പറഞ്ഞ സമയത്ത് അവിടുത്തെ ആകൃതി, ഓരോ പിക്ചറിലെയും ആകൃതി, ഓരോ പാറ്റേണിൻ്റെയും ആകൃതി, ഷേപ്പ്, സൈസ്, ഇതെല്ലാം എന്തിനെ ബാധിക്കുന്നുണ്ട്? സ്റ്റിമുലിയെ, നമ്മുടെ പെർസെപ്ഷനെ ബാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. സോ ഇൻ അഡീഷൻ ടു ദ എബോവ് ഫങ്ഷണൽ ഫാക്ടേഴ്സ്, നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സിന് പുറമെ structural factors that affect perception are the nature of physical stimuli such as size. അപ്പോൾ നേരത്തെ പറഞ്ഞതെല്ലാം ഫങ്ഷണൽ ഫാക്ടേഴ്സ് ആണ്. ഒരു പെർസെപ്ഷൻ നടക്കണമെങ്കിൽ ചില ഫങ്ഷൻസ് ഉണ്ട്. ആ ഫങ്ഷൻസ് നടക്കുന്നത് ഒരു വ്യക്തിയിലാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ആ വ്യക്തിയിൽ നടക്കുന്ന ഫാക്ടേഴ്സ് എന്ന നിലയിൽ നമ്മൾ പറഞ്ഞത്. എന്നാൽ അതിൻ്റെ സ്ട്രക്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ആ സ്റ്റിമുലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അഥവാ സ്റ്റിമുലിയുടെ സൈസ്, ബാക്ക്ഗ്രൗണ്ട്, നോവൽറ്റി അഥവാ പുതുമ, മോഷൻ, അത് ചലിക്കുന്നതാണോ അല്ലയോ, അതേപോലെ പ്രോക്സിമിറ്റി, അത് അടുത്ത് നിൽക്കുന്നതാണോ ദൂരെ നിൽക്കുന്നതാണോ, ഇത്തരം കാര്യങ്ങൾ ഓഫ് ദ സ്റ്റിമുലി ആൻഡ് ദിയർ അറേഞ്ച്മെന്റ്സ്, അതിൻ്റെ ക്രമീകരണം, ആൻഡ് ദ ന്യൂറൽ എഫക്ട്സ് ദേ ഇവോക്ക് ഇൻ ദ നെർവസ് സിസ്റ്റം ഓഫ് ദ ഇൻഡിവിജ്വൽ. ആ വസ്തുവിനെ കാണുമ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ നാഡീ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ സ്വാധീനം ചെലുത്തുന്നത്, ഇത്തരത്തിലുള്ള സ്റ്റിമുലിയുടെ പ്രകൃതങ്ങളും എന്തിനെ ബാധിക്കുന്നുണ്ടോ? അതിൻ്റെ പെർസെപ്ഷനെ ബാധിക്കുന്നുണ്ടോ? സെൻസേഷൻ പറഞ്ഞപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? സോ ഒരു വസ്തുവിൻ്റെ ആകൃതി, നിറം, അതിൻ്റെ നോവൽറ്റി എന്ന് പറഞ്ഞാൽ പുതുമ, മോഷൻ, അതിൻ്റെ ചലനം, അതിൻ്റെ സാമീപ്യം, പ്രോക്സിമിറ്റി, ഇതെല്ലാം പെർസെപ്ഷനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. സോ നമ്മുടെ പെർസെപ്ഷനെ ബാധിക്കുന്ന മറ്റൊരു ഫാക്ടറാണ് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് അഥവാ സാഹചര്യം. The context in which we see objects may influence our perception. നാം ഒരു വസ്തുവിനെ കാണുന്ന സാഹചര്യം, അഥവാ രാവിലെയാണോ വൈകുന്നേരമാണോ കാണുന്നത്, അല്ലെങ്കിൽ ഡാർക്ക് ഉള്ള സ്ഥലത്താണോ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്ഥലത്താണോ കാണുന്നത്, ഇതനുസരിച്ച് പെർസെപ്ഷൻ വ്യത്യാസം വരും. ദീസ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ടൈം ഓഫ് ദ ഡേ, സോഷ്യൽ ഓർ ഓർഗനൈസേഷണൽ സെറ്റിംഗ്, അല്ലെ വീട്ടിൽ വെച്ചാണോ വീട്ടിന് പുറത്താണോ. അപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ ഒരു വസ്തുവിനെ കാണുന്നത് അതനുസരിച്ചും പെർസെപ്ഷനിൽ വ്യത്യാസം ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് വീട്ടിൽ വെച്ച് കണ്ട് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യത്തെ ഓഫീസിൽ വെച്ച് കാണുമ്പോൾ നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത് മറ്റൊരു തലത്തിലായിരിക്കും. അത് ഈ ഒരു സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് കാരണമായിട്ടാണ്. സോ ദെൻ എറേഴ്സ് ഇൻ പെർസെപ്ഷൻ, പെർസെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട പിഴവുകൾ. അപ്പോൾ പെർസെപ്ഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, പെർസെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രിൻസിപ്പിൾസും നമ്മൾ മനസ്സിലാക്കി. ഇനി പെർസെപ്ഷനിൽ വരുന്ന പിഴവുകൾ, ഒരു വസ്തു എപ്പോഴും ഉള്ളതുപോലെ തന്നെ നമ്മൾ കാണണം എന്നില്ല, ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഇവിടെ ഞാനൊരു പിക്ചർ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്റ്റോറിയുടെ പിക്ചറാണ്. അന്ധന്മാർ ആനയെ കണ്ടത് എന്ന് പറഞ്ഞ് നിങ്ങൾ ആ കഥ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ബ്ലൈൻഡ് ആയിട്ടുള്ള കുറച്ച് ആളുകളാണ് അല്ലേ? ഇവർ ആനയെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരാൾ ബ്ലൈൻഡ് ആകുമ്പോൾ അവർക്ക് കാണാൻ കഴിയില്ലല്ലോ, അവർ ടച്ച് ചെയ്താണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇയാൾ ആനയുടെ കൊമ്പിലാണ് തൊട്ട് പോകുന്നത്. അപ്പോൾ പറയും ആന എന്ന് പറയുന്നത് നല്ല കൊമ്പ് എങ്ങനെ ഇരിക്കും ഫീൽ ചെയ്യുമ്പോൾ? അത് കുറച്ച് പരുക്കനാണെങ്കിൽ പരുക്കനായിട്ടുള്ള കുറച്ച് കൂർത്ത അറ്റം ഷാർപ്പായിട്ടുള്ളതാണ് ആന എന്ന് പറയുന്നു. ഇയാൾ പറയുന്നത് അങ്ങനെയല്ല, കുറച്ച് നീണ്ടിട്ടുള്ള എന്നാൽ അത്ര പരുക്കൊന്നുമല്ല, അതിൻ്റെ അറ്റത്തൊരു ഹോളുണ്ട്, ആ രീതിയിലായിരിക്കും അയാൾ മനസ്സിലാക്കുക. ഇയാളോ മുറം പോലെ വിശാലമായിട്ടുള്ളതാണ് ആന എന്ന് പറയും. കാലിൽ തൊടുന്ന ആളോ ആന അത് ഒരു മരക്കുറ്റി പോലെ
അല്ലെങ്കിൽ തൂണ് പോലെയാണ് ആന എന്ന് പറയുന്നു. ഇയാൾ എന്ത് പറയും? ആന ഒരു വാല് പോലിരിക്കും, ചൂല് പോലിരിക്കും, അല്ലെങ്കിൽ ബ്രഷ് പോലിരിക്കും എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇത് എന്താ അവിടെ സംഭവിച്ചത്? അവർ മനസ്സിലാക്കുന്നതിൽ പിഴവ് വരികയാണ്. അപ്പോൾ നമുക്ക് പെർസെപ്ഷനിൽ എന്ത് വരാം? തെറ്റ് വരാം. ഇത് ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകളിൽ മാത്രമല്ല, കാഴ്ചയുള്ള നമ്മിലും പെർസെപ്ഷനിൽ പിഴവ് സംഭവിക്കാം. സോ പെർസെപ്ഷനിൽ പിഴവ് വന്നാൽ അതിനെ 2 പേരുകൾ വിളിക്കാറുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. സോ പെർസെപ്ഷൻ പ്രോസസ് enable an individual to perceive things accurately and facilitate smooth functioning. പെർസെപ്ഷൻ കൃത്യമായിട്ട് നടക്കുമ്പോഴാണ് ഒരു കാര്യം അതിൻ്റെ യാഥാർത്ഥ്യത്തോടുകൂടി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്നാൽ however some errors creep into this process and the certain circumstance leading to the impaired perceptions. ചിലപ്പോൾ നമ്മുടെ പെർസെപ്ഷണൽ പ്രോസസ്സിൽ പിഴവുകൾ സംഭവിക്കുന്നു. ഇത് കാരണമായിട്ട് നമ്മുടെ പെർസെപ്ഷനിൽ തെറ്റ് വരുന്നു. അതിനെ നമുക്ക് ഇല്യൂഷൻസ് എന്നും ഹാലൂസിനേഷൻ എന്നും പറയാം. അപ്പോൾ പെർസെപ്ഷനിൽ ഉണ്ടാകുന്ന 2 പ്രധാനപ്പെട്ട പിഴവുകളാണ് ഇല്യൂഷനും ഹാലൂസിനേഷനും. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മിസ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ആക്ച്വൽ പെർസെപ്ഷൻ. നാം ഒരു വസ്തുവിനെ കണ്ടിട്ടുണ്ട്, അഥവാ നമ്മുടെ മുന്നിൽ ഒരു വസ്തുവുണ്ട്, അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? തെറ്റായിട്ട് മനസ്സിലാക്കുകയാണ്. അപ്പൊ നമ്മുടെ കൺമുന്നിലുള്ള വസ്തുവിനെ തെറ്റായിട്ട് മനസ്സിലാക്കുന്നതാണ് ഇല്യൂഷൻ. തിരിഞ്ഞു പോകരുത്. നമ്മുടെ കൺമുന്നിൽ വസ്തുവുണ്ട്, ഒരു വസ്തു നമ്മുടെ കൺമുന്നിലുണ്ട്, അതിനെ തെറ്റായിട്ട് മനസ്സിലാക്കുന്നതാണ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. മിസ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ആക്ച്വൽ പെർസെപ്ഷൻ. വെൻ ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് എ പെർട്ടിക്കുലർ സ്റ്റിമുലസ് ഗോസ് റോങ്, ഇറ്റ് ഗീവ്സ് റൈസ് ടു എ റോങ് പെർസെപ്ഷൻ ഓർ ഇല്യൂഷൻ. അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു സ്റ്റിമുലസ് ഉണ്ട്, പക്ഷേ അതിനെ മനസ്സിലാക്കുന്ന രീതിയിൽ വ്യത്യാസം വന്നു. അപ്പോൾ ഒരു സ്റ്റിമുലസ് നമ്മുടെ മുന്നിലുണ്ട്, നമ്മുടെ കൺമുന്നിലുള്ള ഒരു വസ്തുവിനെ മനസ്സിലാക്കുന്നതിൽ വ്യത്യാസം വരുമ്പോൾ നമ്മുടെ പെർസെപ്ഷൻ തെറ്റുന്നു. അതിനെയാണ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം, റോപ്പ് ഇൻ ദ ഡാർക്ക് ഈസ് പെർസീവ്ഡ് ആസ് എ സ്നേക്ക് ഓർ വൈസ് വേഴ്സ. ഇരുട്ടത്ത് ഒരു റോപ്പിനെ കാണുമ്പോൾ ചിലപ്പോൾ പാമ്പായിട്ട് തോന്നും, അല്ലെങ്കിൽ ഇരുട്ടത്ത് പാമ്പിനെ കാണുമ്പോൾ ചിലപ്പോൾ റോപ്പായിട്ട് തോന്നുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ ഒരു വസ്തു കിടപ്പുണ്ട്, അത് റോപ്പാണോ സ്നേക്കാണോ എന്ന് മനസ്സിലാക്കുന്നതിൽ പിഴവ് വന്നു. അതാണ് ഇല്യൂഷൻ. അപ്പൊ ഇല്യൂഷൻ ആകുമ്പോൾ എന്തുണ്ട്? യഥാർത്ഥത്തിൽ അവിടെ ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് അല്ലെങ്കിൽ ഒരു പെർസെപ്ഷൻ നടക്കുന്നുണ്ട്, പക്ഷെ അത് തെറ്റിപ്പോയി. സോ ദ വോയിസ് ഓഫ് ആൻ അൺനോൺ പേഴ്സൺ ഈസ് മിസ്റ്റേക്കൺ ആസ് എ ഫ്രണ്ട്സ് വോയിസ്. നമുക്ക് പരിചയമില്ലാത്ത ഒരാളുടെ ശബ്ദത്തെ നമ്മുടെ സുഹൃത്തിന്റെ ശബ്ദമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു, അതും ഇല്യൂഷനാണ്. അവിടെ പെർസെപ്ഷനിൽ പിഴവ് വന്നതാണ്. യഥാർത്ഥത്തിൽ ഒരു ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ നമ്മൾ അത് മനസ്സിലാക്കിയത് മാറിപ്പോകുന്നു. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മുടെ കൂട്ടുകാരാണെന്ന് കരുതി നമ്മൾ ചില ആളുകളെ പോയി തട്ടും, പക്ഷെ അയാൾ തിരിയുമ്പോൾ വേറൊരാളായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് ഇല്യൂഷൻ സംഭവിച്ചു, പെർസെപ്ഷനിൽ തെറ്റ് വന്നതാണ്. സോ അൺനോൺ പേഴ്സൺ സ്റ്റാൻഡിങ് അറ്റ് എ ഡിസ്റ്റൻസ് മേ ബി പെർസീവ്ഡ് ആസ് എ നോൺ പേഴ്സൺ. ദൂരെ നിൽക്കുന്ന ഒരാളെ നമ്മൾക്ക് നമ്മുടെ സുഹൃത്തായിട്ട് ചിലപ്പോൾ തോന്നും, അതും പെർസെപ്ഷനിൽ വരുന്ന പിഴവ് അഥവാ ഇല്യൂഷൻ ആണ്. അപ്പൊ പെർസെപ്ഷനിൽ വരുന്ന പിഴവാണ് ഇല്യൂഷനും ഹാലൂസിനേഷനും. ഓക്കെ അല്ലേ? അപ്പൊ അവിടെ മനസ്സിലാക്കുക, ഇത്തരം പിഴവുകൾ ഇല്യൂഷൻ എന്നും ഹാലൂസിനേഷൻ എന്നും പറയും. ഇല്യൂഷൻ വരുന്നത് എക്സ്റ്റേണൽ സ്റ്റിമുലി ഉണ്ട്, പക്ഷെ മനസ്സിലാക്കുന്നതിൽ വ്യത്യാസം വരുമ്പോൾ അഥവാ പിഴവ് വരുമ്പോഴാണ്. സോ ഇല്യൂഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇല്യൂഷൻ എന്താ നമ്മൾ പറഞ്ഞല്ലോ, ഇല്യൂഷൻ ഈസ് എ മിസ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ആക്ച്വൽ പെർസെപ്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ നമുക്ക് പല തരത്തിലുള്ള ഇല്യൂഷൻസ് ഉണ്ടാകുന്നു. അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അല്ലേ? ഇത് ഒരു ഒറ്റ പ്രതലമാണ്, ഒറ്റ സർഫസ് ആണ്, പക്ഷെ നിങ്ങൾ കാണുമ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. ദെൻ ഇവിടെ കുറച്ച് സർക്കിൾസ് ഇങ്ങനെ വരച്ചിരിക്കുന്നതാണോ അല്ലെങ്കിൽ ഒരാൾ പിന്നിൽ നിൽക്കുന്നതാണോ എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകുന്നു, അല്ലേ? ഇവിടെ ഒരാൾ ഇങ്ങനെ നിൽക്കുകയാണ്, ഒരാൾ ഹാൻഡ് വെച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഇവിടെ എന്തില്ല, കുഴിയൊന്നുമില്ല. അത് നമ്മുടെ പെർസെപ്ഷനിൽ വരുന്ന മിസ്റ്റേക്കാണ്. അതേപോലെ ഇവിടെ നോക്കുന്ന സമയത്ത് ഇത് ക്ലൗഡ്സ് ആണോ അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് ആണോ? ഇവിടെ ഒരു ബ്രിഡ്ജ് പോലെ തോന്നുന്നില്ലേ? കണ്ടോ, ഇത്രയും ഭാഗം ഒരു ബ്രിഡ്ജ് പോലെയൊക്കെ നമ്മുടെ മൈൻഡ് ചിലപ്പോൾ തോന്നിപ്പിക്കാം. യഥാർത്ഥത്തിൽ ഇത് കുറച്ച് ബോട്ടാണ്. കണ്ടോ, കുറച്ച് ബോട്ട് ഇങ്ങനെ പോകുന്നതാണ്. ഇതൊക്കെ ഇല്യൂഷന് എക്സാമ്പിൾ ആണ്. സെറ്റ് അല്ലേ? ദെൻ ഇല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം എക്സ്റ്റേണലി അതുണ്ട്, പക്ഷെ അത് എക്സ്റ്റേണലി ഉള്ള ഒരു കാര്യത്തെ നമ്മൾ തെറ്റായിട്ട് ധരിക്കുന്നതാണ് ഇല്യൂഷൻ. എന്നാൽ ഹാലൂസിനേഷൻ അങ്ങനെയല്ല. ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ it is identified as one of the major errors of perception. It is a sensory perception that occurs in the absence of any corresponding external sensory stimuli. ഒരു എക്സ്റ്റേണൽ സെൻസറി സ്റ്റിമുലി അവിടെ ഇല്ല. അപ്പോൾ ഒരു ഇല്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന് തോന്നുന്നതിനാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇല്ലാത്തൊരു കാര്യം, ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലി ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് കരുതുന്നതാണ് ഹാലൂസിനേഷൻ. ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഉള്ള ഒരു കാര്യത്തെ
മറ്റൊന്നായിട്ട് മനസ്സിലാക്കുക, തെറ്റിദ്ധരിക്കുക. ഉള്ള കാര്യത്തെ തെറ്റിദ്ധരിക്കുന്നത് ഇല്യൂഷൻ, ഇല്ലാത്ത കാര്യത്തെ ഉണ്ട് എന്ന് തോന്നുന്നത് ഹാലൂസിനേഷൻ. Hallucinations are imaginary perceptions in which one sees or hears something that is not seen or heard by others around him. ഒരു പക്ഷേ അയാളുടെ ചുറ്റുമുള്ള മറ്റാരും ആ ശബ്ദം കേൾക്കുന്നുണ്ടാവില്ല, അയാൾ മാത്രം അത് കേൾക്കുന്നു, അല്ലെങ്കിൽ അയാൾ മാത്രം അത് കാണുന്നു. ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടാവും ക്ലാസ്സിൽ, എബ്രഹാം മോസ്ലറിൽ ജയറാമിനുണ്ടാകുന്നത്. അതേപോലെ ഹാലുസിനേഷന്റെ മറ്റൊരു എക്സാമ്പിൾ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. എതിരുകൾ നെരുങ്ങും വരെ കാത്തിരുന്ന വീരൻ കുനിந்து അടിയിലിരുന്ന് തപ്പിനാൻ വീരമേ ജയം. അന്ത നൊടി വീരൻ മാവീരനായി മാറിന. നിങ്ങൾ ഇവിടെ കേട്ട ആ ഒരു വീഡിയോ കേട്ട് അതില് ആ ഒരു ഹീറോ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് അല്ലേ? ഈ സൗണ്ട് ഹീറോ മാത്രമേ കേൾക്കുന്നുള്ളൂ. അപ്പോൾ അത് അയാളുടെ ഹാലൂസിനേഷൻ ആണ്. അതിനകത്തൊരു സൂപ്പർ പവർ ആണോ ഹാലൂസിനേഷൻ ആണെന്നൊന്നും വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നില്ല. എന്നാലും നമുക്കത് ഹാലൂസിനേഷൻ ആയിട്ട് മനസ്സിലാക്കാം. കാരണം ചുറ്റുമുള്ള ആരും കേൾക്കുന്നില്ല, അയാൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. ഒരു അശരീരി, അയാൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. അപ്പോൾ ചുറ്റുമുള്ള ആരും കേൾക്കാത്ത, കാണാത്ത വസ്തുവിനെ നാം കണ്ടു എന്ന് പറയുന്നതിനാണ്, അല്ലെ, ഞാനേ കണ്ടുള്ളൂ എന്ന് പറയുന്ന സാധനത്തിനാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. So an alcoholic may see pink elephants. A paranoid schizophrenic may hear voice. അല്ലെ, ഒരു മദ്യപിച്ച ഒരാൾ ചിലപ്പോൾ പിങ്ക് കളറിലുള്ള എലിഫന്റ് ഇല്ല, പക്ഷെ അങ്ങനെ ഇല്ലാത്തൊരു എലിഫന്റിനെ കണ്ടു എന്ന് ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാൾക്ക് തോന്നാം. ഇനി സ്കിസോഫ്രീനിയ ഉള്ള ഒരു ആൾക്ക് ശബ്ദങ്ങൾ കേൾക്കുന്നതായിട്ട് തോന്നാം. എക്സ്പീരിയൻസ് ഫൗൾ ഓഡേഴ്സ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി സെൻസറി സ്റ്റിമുലേഷൻസ്. ചുറ്റും ദുർഗന്ധമുള്ള ഒന്നും ഇല്ലെങ്കിൽ കൂടിയും ദുർഗന്ധം ഉള്ളതായിട്ട് ചില ആളുകൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇതെല്ലാം ഹാലൂസിനേഷൻ ആണ്. അപ്പൊ കാഴ്ച, കേൾവി മാത്രമല്ല, സുഗന്ധം, ഫീലിംഗ് അടക്കം ഇല്ലാത്ത, നമ്മുടെ മുന്നിൽ, നമ്മുടെ പുറത്ത് വേറെ ആരും തൊടുന്നുണ്ടാവില്ല, പക്ഷെ ആരോ തൊട്ട് എന്ന് ചില ആളുകൾക്ക് ഫീൽ ചെയ്യാം. സോ ഹാലൂസിനേഷൻസ് ആർ മോർ കോമൺ ഇൻ മെന്റലി ഇൽ പീപ്പിൾ. അസുഖമുള്ള ആളുകൾക്ക്, മെന്റലി ഇല്ലായിട്ടുള്ള ആളുകൾക്കാണ് ഉണ്ടാവുക. പാരനോയിഡ് സ്കിസോഫ്രീനിക് എന്ന് പറയുന്നത് ഒരു മെന്റൽ ഡിസോർഡർ ആണ്. നമ്മളത് എവിടെ പഠിക്കും? മെന്റൽ ഡിസോർഡർ പഠിക്കുന്ന സമയത്ത് പഠിക്കും. അപ്പോൾ പാരനോയിഡ് സ്കിസോഫ്രീനിക് ഉള്ള ആളുകൾക്ക് ഹാലൂസിനേഷൻ ഉണ്ടാകും. പല മെന്റൽ ഡിസോർഡറിന്റെയും ഭാഗമായിട്ട് ഹാലൂസിനേഷൻ ഉണ്ടാകാറുണ്ട്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സെൻസറി മൊഡാലിറ്റി ഇൻവോൾവ് പീപ്പിൾ എക്സ്പീരിയൻസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹാലൂസിനേഷൻ. അപ്പോൾ നമ്മുടെ സെൻസറി മൊഡാലിറ്റിയുടെ വ്യത്യാസം അനുസരിച്ച് പല തരത്തിലുള്ള ഹാലൂസിനേഷൻ ഉണ്ടാകും. കാഴ്ചയിൽ, കേൾവിയിൽ, കൈനസ്തെറ്റിക്, ചലനത്തിൽ, ഓൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ സ്മെല്ലാണ്, സ്മെല്ലിൽ, ഗസ്റ്റോറി എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ആണ് കേട്ടോ, ടേസ്റ്റിൽ കേട്ടോ, ടേസ്റ്റില്, സ്മെല്ലില് എല്ലാം തോന്നും. ഇതിലെല്ലാം ഹാലൂസിനേഷൻ ഉണ്ടാകാറുണ്ട്. അപ്പൊ 5 സെൻസറി ഓർഗൻസിലും എന്തുണ്ടാകാറുണ്ട്? ഹാലൂസിനേഷൻ ഉണ്ടാകാറുണ്ട് എന്ന് മനസ്സിലാക്കാം. Then accurate perception is absolutely necessary in order to record an accurate observation. നമുക്ക് കൃത്യമായിട്ടും ഒരു കാര്യം നിരീക്ഷിച്ച് കൃത്യമായിട്ടും മനസ്സിലാക്കണം, അല്ലെ? ആക്ച്വൽ പെർസെപ്ഷൻ ഈസ് അബ്സല്യൂട്ട്ലി നെസസറി ഇൻ ഓർഡർ ടു റെക്കോർഡ് ആൻ ആക്യുറേറ്റ് ഒബ്സർവേഷൻ. നമുക്കൊരു കാര്യം കൃത്യമായിട്ട് നിരീക്ഷിച്ചാലേ കൃത്യമായിട്ട് പെർസെപ്ഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഇതിനാവശ്യമാണ്, പെർസെപ്ഷൻ ആവശ്യമാണ്. സോ ഇറ്റ് ഈസ് പോസിബിൾ ടു മേക്ക് എറേഴ്സ് ഇൻ പെർസെപ്ഷൻ ഡ്യൂ ടു എ നമ്പർ ഓഫ് റീസൺസ്. പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് പെർസെപ്ഷനിൽ പിഴവ് വരാം. ഈ പറഞ്ഞ ഹാലൂസിനേഷൻ മെന്റൽ ഡിസോർഡറിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. എന്നാൽ ഇല്യൂഷൻ അങ്ങനെ മെന്റൽ ഡിസോർഡറിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതല്ല. അത് എല്ലാ വ്യക്തികളിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു എററാണ്. ഇത്തരത്തിൽ നമ്മുടെ പെർസെപ്ഷൻ എപ്പോഴും ശരിയായിരിക്കണം എന്നില്ല. പെർസെപ്ഷന് പലതരത്തിലുള്ള പിഴവുകൾ ഉണ്ടാകാം. സോ പെർസെപ്ഷന് പിഴവുകൾ ഉണ്ടാകാനുള്ള ചില കാരണങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. കോസസ് ഫോർ ഇൻആക്യുറേറ്റ് പെർസെപ്ഷൻ. പെർസെപ്ഷനിൽ കൃത്യത ഇല്ലാതാക്കുന്ന ചില കാരണങ്ങൾ. റിയാലിറ്റി ഈസ് ഡിറ്റർമൈൻഡ് ത്രൂ പെർസെപ്ഷൻ. ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് പെർസെപ്ഷൻ കൃത്യമായിട്ട് നടക്കുന്നത്. സോ നമുക്ക് ഒരു യാഥാർത്ഥ്യം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ, നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യം റിയൽ ആയിട്ട് കാണണമെങ്കിൽ പെർസെപ്ഷൻ കറക്റ്റ് ആയിരിക്കണം. സോ ഇറ്റ് എഫക്ട്സ് ഹൗ വൺ പ്രോസസ്. എങ്ങനെയാണ് പെർസെപ്ഷന്റെ പ്രോസസ്സ് നടക്കുന്നത്, എങ്ങനെയാണ് ഇന്റർപ്രിട്ടേഷൻ, വ്യാഖ്യാനം നടക്കുന്നത്, എങ്ങനെയാണ് നാം കാര്യങ്ങൾ ഓർക്കുന്നത്, ദെൻ സിന്തസൈസ്, നാം കാണുന്നതും മനസ്സിലാക്കുന്നതുമായ കാര്യങ്ങളെ എങ്ങനെ കൂട്ടിയോജിപ്പിക്കുന്നു, ആൻഡ് ഡിസൈഡ്സ് അബൌട്ട് റിയാലിറ്റിയെ കുറിച്ച് നാം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ പെർസെപ്ഷനിൽ വ്യത്യാസം വരും. അപ്പോൾ ഒരു കാര്യം പെർസീവ് ചെയ്യണമെങ്കിൽ പലതരത്തിലുള്ള പ്രോസസ്സ് അതിനുണ്ടാവും. സോ ഇവകൾ കൃത്യമായിട്ട് നടന്നില്ലെങ്കിൽ പെർസെപ്ഷനിൽ തകരാറ് വരും. അങ്ങനെ തകരാറ് വരാനുള്ള 6 കാരണങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമത്തെ റീസൺ ഡിഫക്റ്റീവ് ഫംഗ്ഷനിങ് ഓഫ് സെൻസ് ഓർഗൻസ്. സെൻസ് ഓർഗൻസിൽ പിഴവ് വന്നാൽ സെൻസ് ഡിഫക്ട്സ് ലൈക്ക് മയോപ്പിയ, അല്ലെ, നമ്മുടെ കാഴ്ചയിൽ വരുന്നൊരു പ്രശ്നമാണ് മയോപ്പിയ, ഡഫ്നെസ്, കേൾവിക്കുറവ്, അനസ്തേഷ്യ നമ്മുടെ ബോധം തന്നെ മാറുന്ന സംഗതിയാണ്. കാൻ കോസ് ഇനാക്യുറേറ്റ് പെർസെപ്ഷൻ. അപ്പോൾ
കാഴ്ചയിലെയോ കേൾവിയിലെയോ കുറവ്, അല്ലെങ്കിൽ നമുക്ക് ബോധം മറയുന്ന അവസ്ഥ വരുന്ന സമയത്തെല്ലാം നമ്മുടെ സെൻസറി ഓർഗൻസ് വർക്ക് ചെയ്യാതെ വരും. ആ സമയത്ത് പെർസെപ്ഷനിൽ പിഴവുണ്ടാകും. അതേപോലെ ഇൻഅഡ്യൂക്കേറ്റ് സ്റ്റിമുലസ്, നമുക്ക് കിട്ടുന്ന സ്റ്റിമുലസ് സ്ട്രോങ് അല്ല എങ്കിലും നമുക്ക് കാര്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പം നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നം മാത്രമല്ല, നമ്മുടെ മുന്നിലേക്ക് വരുന്ന സ്റ്റിമുലസ് അത് ഇൻഅഡ്യൂക്കേറ്റ് ആണ്, അത് കൃത്യമായിട്ട് നമുക്ക് നോക്കിക്കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല എങ്കിലും പ്രശ്നം ഉണ്ടാകും. സോ അവർ റിസപ്റ്റേഴ്സ് മേ നോട്ട് ബി സ്റ്റിമുലേറ്റഡ് അഡ്യൂക്കേറ്റ്ലി ഇഫ് ദ സ്റ്റിമുലി ആർ വേഗ്, ഇൻഡെഫിനിറ്റ് ഓർ നോട്ട് സ്ട്രോങ് ഇനഫ്. അപ്പൊ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആ ഒരു സ്റ്റിമുലസ് അത് ക്ലിയർ അല്ല, അത് വേഗാണ്, ക്ലാരിറ്റി കുറവുള്ളതാണ്, അത് കൃത്യത ഉള്ളതല്ല, ഡെഫിനിറ്റ് അല്ല, അത് സ്ട്രോങ് അല്ല എങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. സോ എ വെരി വീക്ക് ലൈറ്റ് ഓർ എ സോഫ്റ്റ് സൗണ്ട് വിൽ മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ടു പെർസീവ് കറക്റ്റ്ലി. അപ്പോൾ നമുക്ക് ഒരു മങ്ങിയ ദൃശ്യമാണ് നമ്മളെ കാണിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ കേൾക്കുന്ന ശബ്ദം സൗണ്ട് കുറവാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ സ്റ്റിമുലസിന് കൃത്യത ഇല്ല എങ്കിൽ അത് മനസ്സിലാക്കുന്നതിലും പ്രശ്നം വരും. ദെൻ ടു മെനി സ്റ്റിമുലി അറ്റ് വൺ ടൈം, ഒരു സമയത്ത് ഒരുപാട് സ്റ്റിമുലസ് കാണിച്ചാലും പ്രശ്നമാണ്. നമുക്ക് ഒരു സമയത്ത് ഒരു സ്റ്റിമുലസേ മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ ഒരു സമയത്ത് തന്നെ ഒന്നിലധികം സ്റ്റിമുലസ് കൊടുത്തു കഴിഞ്ഞാലും പെർസെപ്ഷനിൽ പ്രശ്നം വരും. വെൻ ടു മെനി സ്റ്റിമുലി ആർ പ്രസന്റ് അറ്റ് വൺ given time, perceiving each stimulus separately is difficultly. ഒരു സമയത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ കേൾപ്പിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സമയത്ത് അയാൾക്ക് ഒരുപാട് ഓഡിയോസ് കേൾപ്പിക്കുന്നു, അപ്പോൾ അയാൾ മനസ്സിലാക്കുന്നത് പല കോലത്തിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇൻ ദ പ്രസൻസ് ഓഫ് എ ലൗഡ് നോയ്സസ് ഇറ്റ് മേ ബി ഡിഫിക്കൽട്ട് ടു പെർസീവ് ദ കോൾ ഓഫ് എ പേഷ്യൻറ്റ്. നിങ്ങൾ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് ചുറ്റും ഭയങ്കര സൗണ്ട് കേൾക്കുകയാണ്, കുറേ ആളുകൾ ഇങ്ങനെ ബഹളം വെക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ ഒരു രോഗി നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾക്കത് കേൾക്കാൻ കഴിയില്ല. കാരണം അവിടുത്തെ സ്റ്റിമുലസ്, പലതരത്തിലുള്ള സ്റ്റിമുലസ് വർക്ക് ചെയ്യുന്നു. അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്റ്റിമുലസ് നിങ്ങൾക്ക് ചിലപ്പോൾ പെർസീവ് ചെയ്യാൻ കഴിയണം എന്നില്ല. അപ്പോൾ നമുക്കൊരു സമയത്ത് ഒറ്റ സ്റ്റിമുലസ് കേൾക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ നമ്മൾ പറയുന്നത് കീപ് സൈലൻസ് എന്ന് പറയുന്നത്. എന്തിനാ മിണ്ടാതിരിക്കണം എന്ന് പറയുന്നത്? മിണ്ടാതിരുന്നില്ല എങ്കിൽ, ശബ്ദം ഉണ്ടാക്കി നിൽക്കുകയാണെങ്കിൽ അവിടെ ഡോക്ടേഴ്സിനും നഴ്സസിനും കൃത്യമായിട്ടുള്ള ഓഡിറ്ററി പെർസെപ്ഷൻ നടക്കില്ല. മനസ്സിലായോ? ദെൻ പുവർ ഹെൽത്ത്, നമ്മുടെ ശാരീരിക ആരോഗ്യവും മെയിനാണ്. സെൻസറി ഓർഗൻസിന്റെ തകരാറ് എന്നതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അസുഖം ഉണ്ടായിരുന്നാലും പെർസെപ്ഷൻ നന്നായിട്ട് നടക്കില്ല. സെൻസ് ഓർഗൻസ് കനോട്ട് ഫങ്ഷൻ കറക്റ്റ്ലി ആൻഡ് അഡ്വക്കറ്റ്ലി ആസ് എ റിസൾട്ട് ഓഫ് ഇൽനസ്. നമുക്ക് മറ്റ് അസുഖം ഉണ്ടായാലും അതിന്റെ കാരണമായിട്ട് സെൻസറി ഓർഗൻസ് ഒന്ന് വീക്ക് ആകും. അപ്പോൾ ഒരാളുടെ കണ്ണിനെ കാഴ്ചക്കുറവ് മാത്രമല്ല ബാധിക്കുന്നത്, മറ്റ് അസുഖങ്ങളുണ്ട്. ഇപ്പോൾ തലവേദന ഉണ്ട് എങ്കിൽ ചിലപ്പോൾ കാഴ്ച ചെറുതായിട്ടൊന്ന് മങ്ങും. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ അസുഖവും അനാരോഗ്യവും ശരീരത്തിലെ സെൻസറി ഓർഗൻസിനെ ബാധിക്കും. ഫോർ ദിസ് റീസൺ പെർസെപ്ഷൻസ് ഓഫ് പേഷ്യൻസ് മേ ബി ഇനാക്യുറേറ്റ്. ഇത് കാരണമായിട്ട് ഒരു പേഷ്യന്റ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ പ്രശ്നം വരും. ദെൻ ലിമിറ്റഡ് അറ്റൻഷൻ, ശ്രദ്ധക്കുറവ്. നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എങ്കിലും പെർസെപ്ഷനിൽ വ്യത്യാസം വരും. ഇഫ് വി ട്രൈ ടു അപ്രിഹെൻഡ് മോർ തിങ്സ് ദാൻ വി ക്യാൻ അറ്റ് എ ടൈം വി ആർ ലയബിൾ ടു ഹാവ് ആൻ ഇനാക്യുറേറ്റ് പെർസെപ്ഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇഫ് വി ട്രൈ ടു അപ്രിഹെൻഡ് മോർ തിങ്സ് ദാൻ വി കനോട്ട് അറ്റ് എ ടൈം. ഒരു സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ശ്രദ്ധ കുറയും അല്ലേ? ശ്രദ്ധ കുറയും, അറ്റൻഷൻ കുറയും. അങ്ങനെ നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ അറ്റൻഷൻ ലിമിറ്റഡ് ആയി കഴിഞ്ഞാൽ, അറ്റൻഷൻ ലിമിറ്റഡ് ആകുന്നത് എങ്ങനെ? നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നതിലപ്പുറം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അറ്റൻഷൻ അവിടെ കുറയുന്നു. ഓക്കെ അല്ലേ? ദെൻ 7 കാരണങ്ങളുണ്ട് കേട്ടോ, 6 അല്ല 7 കാരണങ്ങൾ കേട്ടോ. 6ാമത്തത് ഫിഗർ മേജേഴ്സ് ഇൻ ദ ഗ്രൗണ്ട്. ചില ഫിഗേഴ്സ്, നമ്മൾ കാണാൻ ശ്രമിക്കുന്ന ചില ഫിഗേഴ്സ് ഗ്രൗണ്ട് അഥവാ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് മേർജ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ ഗ്രൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഏതാണ്, പിക്ചർ ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നു. ആ സമയത്തും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകില്ല. സം ടൈം ഒബ്ജക്ട്സ് ആർ പെർസീവ്ഡ് വിത്ത് ഡിഫിക്കൽട്ടി ബിക്കോസ് ദേ റിസംബിൾ ദെയർ സറൗണ്ടിങ്സ്. ഇപ്പോൾ ഓന്ത് നിറം മാറുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ആ ഫിഗർ, ഓന്ത് എന്ന ആ ഫിഗറും അവിടെ മെർജ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഫിഗറും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും മെർജ് ചെയ്ത് നിന്നാൽ കാര്യം മനസ്സിലാവില്ല. ഫോർ എക്സാമ്പിൾ, എ വൈറ്റ് പാച്ച് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിറ്റക്ട് ഓൺ എ വൈറ്റ് വാൾ. ഒരു വെള്ള ചുമരിൽ വെള്ള നിറത്തിലുള്ള പാച്ച് വർക്ക് ചെയ്താൽ അത് കാണാൻ കഴിയില്ല. മനസ്സിലായോ? അതാണ് എൻ്റെ ഇപ്പോൾ ബ്ലാക്ക് കളറിലുള്ള ടീഷർട്ട്, അത് കീറിപ്പോയാൽ നമ്മൾ ഏത് നിറത്തിലുള്ള നൂലുകൊണ്ടായിരിക്കും സ്റ്റിച്ച് ചെയ്യുന്നത്? ബ്ലാക്ക് കളർ. കാരണം അത് കാണാൻ കഴിയില്ല. ബാക്ക്ഗ്രൗണ്ടും ഫിഗറും ഒരേ കളറിലുള്ളതാണ് എങ്കിൽ പെർസെപ്ഷൻ നടക്കില്ല. സോ ദ നേഴ്സ് ലേൺസ് ടു പെർസീവ് സൈൻസ് ഓഫ് ഇൽനെസ് ഓർ വെൽനെസ് ഇൻ പാഷൻസ് ഓൺലി വെൻ ഷീ ലേൺസ് വാട്ട് ദി സൈൻസ് ആർ. സോ ഇവിടെ നമ്മുടെ കർത്തവ്യം അഥവാ ഒരു നേഴ്സ് പഠിക്കേണ്ടത് കൃത്യമായിട്ടും ഒരു രോഗിയുടെ രോഗത്തിൻ്റെയും വെൽനെസ്, ആരോഗ്യത്തിൻ്റെയും സിമ്പിൾസ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഒരാളിൽ ഉണ്ടാകുന്ന ഒരു സിമ്പിള്
അത് അയാളുടെ ഹെൽത്തിനെ സൂചിപ്പിക്കുന്നതാണോ ഇൽനെസ്സിനെ സൂചിപ്പിക്കുന്നതാണോ എന്ന് കൃത്യമായിട്ടും ഒരു നേഴ്സിന് മനസ്സിലാക്കാൻ കഴിയണം. ഇതിനർത്ഥം ഗൈഡൻസ് ആണ്. പെർസെപ്ഷൻ ഈസ് ഇനാക്യുറേറ്റ് വെൻ വി ഡു നോട്ട് നോ വാട്ട് ടു പെർസീവ്. ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഗൈഡൻസ് വേണ്ടി വരും. അപ്പോൾ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഇല്ല എങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്നതിൽ വ്യത്യാസം വരും. എല്ലാം നമുക്ക് ഇന്നേറ്റ് ആയിട്ട് മനസ്സിലാവണമെന്നില്ല. എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാവണമെന്നില്ല. ചില കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഗൈഡൻസ് വേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള ഗൈഡൻസ് കൃത്യമായിട്ടും കിട്ടിയില്ല എങ്കിലും പെർസെപ്ഷനിൽ വ്യത്യാസം ഉണ്ടാകുന്നതാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സോ അടുത്തതായിട്ട് പെർസെപ്ഷനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് മാതൃകാ ചോദ്യങ്ങളാണ്, മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഒന്നാമത്തെ ചോദ്യം, ഹു ഡിഫൈൻഡ് പെർസെപ്ഷൻ ആസ് ദ എക്സ്പീരിയൻസ് ഓഫ് ഒബ്ജക്ട്സ്, ഈവൻറ്റ്സ്, റിലേഷൻഷിപ്സ് ഒബ്ടൈൻഡ് ബൈ എക്സ്ട്രാക്ടിങ് ഇൻഫോർമേഷൻ ഫ്രം ആൻഡ് ഇന്റർപ്രറ്റിംഗ് സെൻസേഷൻസ്. ഈ ഒരു ഡെഫിനിഷൻ ആരാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഡെഫിനിഷൻസ് ഇങ്ങനെ ആര് പറഞ്ഞത് എന്ന് എടുത്ത് ചോദിക്കാറില്ല. വളരെ ഫേമസ് ആയിട്ട് ഉള്ളത് മാത്രമാണെങ്കിലാണ് എടുത്ത് ചോദിക്കാറ് കേട്ടോ. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു R.A. സിൽവർമാൻ. ഇങ്ങനെ ചോദിക്കാം, ഡെഫിനിഷൻസ് തന്നിട്ട് നേരെ തിരിച്ച് ചോദിക്കാം കേട്ടോ. പെർസെപ്ഷൻ ഈസ് പ്രൈമർലി റിലേറ്റഡ് ടു ഡാഷ്. സിൽവർമാൻ പറയുന്നത് പെർസെപ്ഷൻ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്? അവന്റെ ആൻഡ് ഇൻഡിവിജ്വൽസ് അവയർനെസ് ആസ്പെക്ട് ഓഫ് ബിഹേവിയർ, അവന്റെ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ? ഒരു വ്യക്തി ആൻഡ് ഇൻഡിവിജ്വൽസ് അവയർനെസ് ആസ്പെക്ട് ഓഫ് ബിഹേവിയർ, അവന്റെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് വരുന്ന അവന്റെ അവയർനെസ് ആണ് പെർസെപ്ഷൻ. മനസ്സിലായോ? നമ്മൾ പറഞ്ഞു നമ്മുടെ പെർസെപ്ഷൻ നമ്മുടെ ബിഹേവിയറിന്റെ ഭാഗം കൂടിയാണ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ബിഹേവിയറിന്റെ ഭാഗമായി വരുന്ന അവന്റെ അവയർനെസ് ആണ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞത് സിൽവർ മാൻ ആണ്. then അടുത്ത ചോദ്യം, which of the following is not a Gestalt principle of perceptual organization? ഗസ്റ്റാൾട്ട് പ്രിൻസിപ്പിളിലെ പെർസെപ്ച്വൽ ഓർഗനൈസേഷനിൽ ഉൾപ്പെടാത്തത് ഏത്? ഫിഗർ ഗ്രൗണ്ട് റിലേഷൻഷിപ്പ് ഉൾപ്പെടുന്നു, പ്രോക്സിമിറ്റി ഉൾപ്പെടുന്നു, സെൻസറി അഡാപ്റ്റേഷൻ ഉൾപ്പെടുന്നില്ല. ബാക്കിയെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത ചോദ്യം, ദ പ്രിൻസിപ്പിൾ ഓഫ് ഫിഗർ ഗ്രൗണ്ട് റിലേഷൻഷിപ്പ് സ്റ്റേറ്റ്സ് ദാറ്റ്. ഫിഗർ ഗ്രൗണ്ട് റിലേഷൻഷിപ്പിൽ പറയുന്നത് എന്താ? ഒരു വസ്തുവിൽ ഒരു ഫോക്കൽ പോയിന്റ് ഉണ്ടാകും അല്ലെ? ഒരു ഫോക്കൽ പോയിന്റ് ഉണ്ടാകും, ഒരു ബാക്ക്ഗ്രൗണ്ടും ഉണ്ടാകും. അപ്പൊ ഈ ഒരു ഫോക്കൽ പോയിന്റും ബാക്ക്ഗ്രൗണ്ടും തമ്മിൽ വേർതിരിക്കുന്നതാണ് ഫിഗർ ഗ്രൗണ്ട് റിലേഷൻഷിപ്പ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ദെൻ ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമിറ്റി. പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ളത്. അപ്പൊ അടുത്തടുത്തുള്ളതിനെ ഒരു ഗ്രൂപ്പായിട്ട് കാണാനുള്ള പ്രവണതയാണ് പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമിറ്റി. അപ്പൊ ഓപ്ഷൻസിൽ ഏതാ ഉള്ളത്? ഒബ്ജക്ട് നിയർ ഈച്ച് അതർ ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ. അടുത്തുള്ള വസ്തുക്കളെ ഒരുമിച്ച് കാണാൻ നാം ആഗ്രഹിക്കുന്നു. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ക്ലോഷർ. ക്ലോഷർ എന്ന് പറയുമ്പോൾ എന്താ? ഗ്യാപ്പ് ഉണ്ട് എങ്കിലും അതിനെ ഒരു ക്ലോസ്ഡ് ഫിഗർ ആയിട്ട് കാണാനുള്ള ടെൻഡൻസിയാണ്. സോ ഇഗ്നോർ ഇൻകംപ്ലീറ്റ് ഫിഗേഴ്സ്. അവിടെ നമ്മൾ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് ഇഗ്നോർ ചെയ്യുന്നു എന്ന് മാത്രം അങ്ങനെയല്ല പറഞ്ഞത്. ഇഗ്നോർ ചെയ്യുന്നില്ല. ഇൻകംപ്ലീറ്റ് ഫിഗേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ കംപ്ലീറ്റ് ഫിഗർ ആയിട്ട് മനസ്സിലാക്കുന്നു. അപ്പോൾ ഫീൽ ഇൻ മിസ്സിംഗ് സെൻസറി ഇൻഫോർമേഷൻ ടു പെർസീവ് എ ഹോൾ. ഒരു വസ്തുവിനെ മൊത്തത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിനിടയിൽ ഏതെങ്കിലും മിസ്സിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ, മിസ്സിംഗ് ഇൻഫോർമേഷൻ ഉണ്ട് എങ്കിൽ അതിനെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് മനസ്സിലാക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ടെൻഡ് ചെയ്യുന്നത്, പ്രവണത കാണിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ദെൻ അടുത്ത ചോദ്യം, ദ പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി അഥവാ തുടർച്ചാ നിയമം. ഒരു വസ്തുവിനെ കാണുമ്പോൾ അത് ഒരു ഡിറക്ഷനിലേക്കാണ് പോകുന്നത് എങ്കിൽ ആ ഒരേ ഡിറക്ഷനിൽ പോകുന്നത് ഒറ്റ ഇമേജ് ആയിട്ട് കാണാനുള്ള പ്രവണത. സ്റ്റിമുലി എക്സ്റ്റെൻഡിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആർ പെർസീവ്ഡ് ആസ് ഹോൾ. നമ്മൾ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു വസ്തു പോയി കഴിഞ്ഞാൽ നാം അത് കണ്ടിന്യൂ ആയിട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. മറിച്ച് ഇതൊരു പാറ്റേൺ എന്ന് സെപ്പറേറ്റഡ് ആയിട്ടല്ല. ഞാൻ ആ ഒരു പിക്ചർ കാണിച്ചത് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. സോ ഒരു സ്റ്റിമുലി ഒരേ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട് എങ്കിൽ അതിനെ മൊത്തത്തിൽ ഒന്നായിട്ട് കാണാനാണ് നമ്മുടെ മനസ്സ് ടെൻഡ് ചെയ്യുക. ദെൻ അടുത്തത് ദ പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രാസ്റ്റ് സജസ്റ്റ് ദാറ്റ്. പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രാസ്റ്റിൽ എന്താ പറയുന്നത്? കോൺട്രാസ്റ്റിൽ പറയുന്നത് നല്ല കോൺട്രാസ്റ്റ് ഉള്ള വസ്തുവാണെങ്കിൽ, ഒരു വസ്തു നിൽക്കുന്ന ചുറ്റുപാട് കുറച്ചുകൂടി കോൺട്രാസ്റ്റ് ആണ് എങ്കിൽ അതിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും എന്നാ പറഞ്ഞത്. സോ ഒബ്ജക്ട് വിത്ത് ഗ്രേറ്റർ കോൺട്രാസ്റ്റ് സ്റ്റാൻഡ് ഔട്ട് മോർ ഇൻ പെർസെപ്ഷൻ. നല്ല കോൺട്രാസ്റ്റിൽ നിൽക്കുന്ന ഒരു വസ്തുവാണ് എങ്കിൽ അതിനെ നമ്മൾ കൂടുതൽ പെർസീവ് ചെയ്യും, മനസ്സിലാക്കും. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫാക്ടർ അഫക്റ്റിംഗ് പെർസെപ്ഷൻ. പെർസെപ്ഷനെ അഫക്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അഫക്റ്റ് ചെയ്യുന്നത് സെൻസറി ഓർഗൻസ് അഫക്റ്റ് ചെയ്യും, മെമ്മറി ഇമേജസ് അഫക്റ്റ് ചെയ്യും, ഓഡിറ്ററി ഹാലുസിനേഷൻ അത് പെർസെപ്ഷനിൽ വരുന്ന ഒരു പിഴവിന് എക്സാമ്പിൾ ആണ്. ദെൻ പേഴ്സണൽ ഇൻട്രസ്റ്റ്. അപ്പോൾ എയും ബിയും ഡിയും അഫക്റ്റ് ചെയ്യുന്നതാണ്. സി അത് ഒരു പെർസെപ്ഷണൽ ഇററിന്റെ ഉദാഹരണമാണ്.
ദെൻ അടുത്ത ചോദ്യം, ഹൗ ഡു സെൻസ് ഓർഗൻസ് അഫക്ട് പെർസെപ്ഷൻ? സെൻസ് ഓർഗൻസ് എങ്ങനെയാണ് പെർസെപ്ഷനെ അഫക്റ്റ് ചെയ്യുന്നത്? സെൻസ് ഓർഗൻസ് ആണ് ഒരു സ്റ്റിമുലിയെ റിസീവ് ചെയ്യുന്നത്. അത് റിസീവ് ചെയ്തിട്ട് പിന്നീട് പെർസെപ്ഷൻ ഉപയോഗിച്ച് അത് ഇന്റർപ്രറ്റ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? സോ സെൻസറി ഓർഗൻസ് ആണ് നമ്മുടെ ബ്രെയിനിലേക്ക് ഒരു വസ്തുവിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദേ ട്രാൻസ്മിറ്റ് സ്റ്റിമുലി ടു ദ ബ്രെയിൻ ഫോർ ഇന്റർപ്രിട്ടേഷൻ. ഒരു കാര്യം ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, സ്റ്റിമുലിയെ ട്രാൻസ്ഫർ ചെയ്യുന്നത് സെൻസറി ഓർഗൻസ് ആണ്. ദെൻ ബ്രെയിൻ ആണ് അതെന്ത് ചെയ്യുന്നത്, ഇന്റർപ്രറ്റ് ചെയ്യുന്നത് അഥവാ പെർസീവ് ചെയ്യുന്നത്. അപ്പൊ സെൻസറി ഓർഗൻസ് ആണ് സെൻസേഷൻസ് നടത്തുന്നത്. ബ്രെയിനിലേക്ക് വന്ന് ഇന്റർപ്രിട്ടേഷൻ നടത്തുമ്പോഴാണ് പെർസെപ്ഷൻ നടക്കുന്നത്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് പെർസെപ്ഷൻ ത്രൂ പ്രിയർ എക്സ്പീരിയൻസ്? പ്രിയർ എക്സ്പീരിയൻസ്, മുൻ അനുഭവങ്ങൾ നമ്മുടെ പെർസെപ്ഷനെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണ്? മെമ്മറി ഇമേജസിലൂടെയാണ്. പഠിച്ചത് ഓർക്കുന്നില്ലേ? നമ്മുടെ ഓർമ്മയിലെ ചിത്രങ്ങളിലൂടെയാണ്. Then the perception of a new stimulus in relation to past experience is an example of. പഴയ കാര്യങ്ങൾ നമ്മുടെ പുതിയ സ്റ്റിമുലസിനെ മനസ്സിലാക്കാൻ സഹായിക്കുമ്പോൾ അതിനെ നമ്മൾ പറയുന്നത് മെമ്മറി ഇൻഫ്ലുവൻസ് അല്ലെ? നമ്മുടെ ഓർമ്മ നമ്മുടെ പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. Then if a person interested in photography quickly notices new camera models, it is an example of dash. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആളുകൾ പുതിയ ക്യാമറാസ് കാണുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കും. അതിന്റെ ഉദ്ദേശം അദ്ദേഹത്തിന് ആ മേഖലയിൽ താല്പര്യമുള്ളത് കൊണ്ടാണ് അല്ലെ? മൈൻഡ് സെറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് അഫക്റ്റിംഗ് പെർസെപ്ഷൻ. നമ്മുടെ മൈൻഡ് സെറ്റും നമ്മുടെ താല്പര്യങ്ങളും പെർസെപ്ഷനെ സ്വാധീനിക്കുന്നു. ദെൻ വാട്ട് ഈസ് ആൻ ഇല്യൂഷൻ ഇൻ പെർസെപ്ഷൻ? ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞു, പുറമേ ഒരു സാധനമുണ്ട്, നമ്മൾ കാണുന്ന ഒരു കാര്യത്തെ തെറ്റായിട്ട് മനസ്സിലാക്കുന്നതാണ് ഇല്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ? ഒരു സ്റ്റിമുലസ് പുറത്തുണ്ടാകും. എ ഫാൾസ് പെർസെപ്ഷൻ ടു ഇൻകറക്റ്റ് സ്റ്റിമുലസ് ഇന്റർപ്രിട്ടേഷൻ. ഒരു സ്റ്റിമുലസ് അവിടെ ഉണ്ട്, പക്ഷെ അതിനെ നമ്മൾ മനസ്സിലാക്കുന്നതിൽ തെറ്റുവന്നു. എ ഫാൾസ് പെർസെപ്ഷൻ ഡ്യൂ ടു ഇൻകറക്റ്റ് സ്റ്റിമുലസ് ഇന്റർപ്രിട്ടേഷൻ. ഒരു സ്റ്റിമുലസ് ഉണ്ട്, പക്ഷെ അതിനെ ശരിയായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാത്തത് കൊണ്ട് പെർസെപ്ഷനിൽ വരുന്ന മിസ്റ്റേക്സിനെയാണ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ സീയിങ് എ റോപ്പ് ഇൻ ദ ഡാർക്ക് ആസ് എ സ്നേക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഇല്യൂഷൻ ആണ്. ഇരുട്ടത്ത് റോപ്പ് കാണുമ്പോൾ സ്നേക്ക് ആയിട്ട് തെറ്റിദ്ധരിക്കുന്നത് ഇല്യൂഷൻ ആണ്. ദെൻ വാട്ട് ഡിസ്റ്റിങ്ഷ് ഹാലൂസിനേഷൻ ഫ്രം ഇല്യൂഷൻ? ഹാലൂസിനേഷന്റെ വ്യത്യാസം എന്താ? ഇല്യൂഷൻ ആവുമ്പോൾ ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലി ഉണ്ടാകും, എന്നാൽ ഹാലൂസിനേഷനിൽ എന്തില്ല? എക്സ്റ്റേണൽ സ്റ്റിമുലി ഇല്ല. സോ ഹാലൂസിനേഷൻ occurs without any external stimuli, whereas illusion involved real stimuli misinterpreted. അപ്പൊ ഇല്യൂഷൻ ആവുമ്പോൾ ഒരു സ്റ്റിമുലി ഉണ്ടാകും, യഥാർത്ഥത്തിൽ ഒരു സ്റ്റിമുലി ഉണ്ടാകും, അതിനെ മനസ്സിലാക്കുന്നതിൽ പിഴവ് വരുന്നതാണ്. എന്നാൽ ഹാലൂസിനേഷൻ ആവുമ്പോൾ എന്തുണ്ടാവില്ല? എക്സ്റ്റേണൽ സ്റ്റിമുലി ഉണ്ടാവില്ല. Then which of the following is not a type of hallucination? താഴെ തന്നിരിക്കുന്നതിൽ ഹാലൂസിനേഷന്റെ ടൈപ്പിൽ ഉൾപ്പെടാത്തത് ഗ്രൂപ്പിംഗ് ആണ് അല്ലെ? ഗ്രൂപ്പിംഗ് ആണ്. വിഷ്വൽ, ഓഡിറ്ററി, ഓൾഫാക്ടറി, അതെല്ലാം പലതരത്തിലുള്ള ഹാലൂസിനേഷൻ ആണ്. കാണുക, കേൾക്കുക. ഓൾഫാക്ടറി എന്ന് പറഞ്ഞാൽ എന്താ? ഓൾഫാക്ടറി എന്ന് പറഞ്ഞാൽ സ്മെല്ലുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ലാത്ത വസ്തുക്കൾ സ്മെല്ല് ചെയ്യുന്നതായിട്ട് തോന്നുന്നതിനാണ് ഓൾഫാക്ടറി ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. Then which of the following can cause inaccurate perception? Inaccurate perception ഉണ്ടാകാനുള്ള കാരണം ഡിഫക്റ്റീവ് ഫങ്ഷനിങ് ഓഫ് സെൻസ് ഓർഗൻസ്. കാരണമല്ലേ? അത് കാരണമാണ്. അപ്പോൾ ഓപ്ഷൻ എയിൽ തന്നെ ഉത്തരം കിട്ടി, ബാക്കിയുള്ളതിലേക്ക് പോകേണ്ട ആവശ്യം വന്നില്ല. ഇനി ബാക്കിയുള്ളതെല്ലാം നമ്മുടെ പെർസെപ്ഷനെ കൂട്ടുന്ന കാര്യങ്ങളാണ്. ബാക്കി ഈ മൂന്നും സ്റ്റിമുലസിന്റെ സ്ട്രെങ്ത്, അതേപോലെ കംപ്ലീറ്റ് അറ്റൻഷൻ ടു വൺ സ്റ്റിമുലസ്. ഒറ്റ സ്റ്റിമുലസിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പെർസെപ്ഷൻ കൂടും. ഒന്നിലധികം സ്റ്റിമുലസ് ശ്രദ്ധിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലാണ് പെർസെപ്ഷന്റെ ആക്യുറസി കുറയുന്നത്. ദെൻ സ്ട്രോങ് ഫിഗർ ഗ്രൗണ്ട് ഡിഫറൻഷിയേഷൻ. ഫിഗറും ഗ്രൗണ്ടും വ്യത്യാസമായിട്ടിരുന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും, എന്നാൽ ഫിഗറും ഗ്രൗണ്ടും മെർജ് ചെയ്തിരുന്നാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. Then inaccurate perception caused by inadequate stimulus strength can occur due to dash. ഒരാൾക്ക് സ്റ്റിമുലസിന്റെ സ്ട്രെങ്തിൽ വ്യത്യാസം വന്നതുകൊണ്ട്, അഥവാ സ്റ്റിമുലസ് ശക്തമല്ലാത്തത് കൊണ്ട് പെർസെപ്ഷൻ കൃത്യമായിട്ട് നടന്നില്ല. അപ്പൊ അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം ദ സ്റ്റിമുലസ് ബീയിങ് ടു വീക്ക് ടു ബി ഡിറ്റക്റ്റഡ്. അവിടെ സ്റ്റിമുലസ് നമുക്ക് കണ്ടെത്താൻ കഴിയാത്തത്ര വീക്കായി പോകുന്നു. അതുകൊണ്ടാണ് സ്റ്റിമുലസിന്റെ സ്ട്രെങ്ത് കൃത്യമല്ലെങ്കിൽ നമ്മുടെ പെർസെപ്ഷൻ കൃത്യമായിട്ടാ നടക്കാത്തത്. Then when too many stimuli are present at the same time, perception becomes എന്ത് ചെയ്യും? ഒരു സമയത്ത് ഒന്നിലധികം പെർസെപ്ഷൻ ഉണ്ട് എങ്കിൽ, ഒന്നിലധികം സ്റ്റിമുലി ഉണ്ടെങ്കിൽ പെർസെപ്ഷൻ നടക്കില്ല, ഡിഫിക്കൽട്ട് ആകും അല്ലെ? മോർ ഡിഫിക്കൽട്ട് ആൻഡ് ഇനാക്യുറേറ്റ്. അത് ബുദ്ധിമുട്ടുള്ളതും കൃത്യത ഇല്ലാത്തതുമായി തീരും. ദെൻ അടുത്ത ചോദ്യം, എ പേഴ്സൺ മിസ്ജഡ്ജിങ് എ വൈറ്റ് പൗച്ച് ആൻഡ് എ വൈറ്റ് വാൾ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഒരു വെള്ള ചുവരിലോ വെള്ള വാച്ച് വർക്ക് ഉണ്ടായാൽ അയാൾക്ക് തിരിച്ചറിയില്ല. അതിന് കാരണം പുവർ ഫിഗർ ഗ്രൗണ്ട് പെർസെപ്ഷൻ ആണ്.
അവിടെ കൃത്യമായിട്ട് ഫിഗറും ഗ്രൗണ്ടും തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്ന രൂപത്തിലല്ല ഉണ്ടായിരുന്നത്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു എറേഴ്സ് ഇൻ പെർസെപ്ഷൻ? പെർസെപ്ഷനിൽ പിഴവ് വരുത്താനുള്ള കാരണമല്ലാത്തത് ഏത് എന്നാണ് അല്ലേ. എറർ ഇൻ പെർസെപ്ഷന് കാരണമല്ലാത്തത് ഏത്? പുവർ ഹെൽത്ത് എറർ ഇൻ പെർസെപ്ഷന് കാരണമാണ്. ഫോക്കസ്ഡ് അറ്റൻഷൻ അതെന്തിന് കാരണമല്ല? പെർസെപ്ഷന് കാരണമല്ല. പുവർ പെർസെപ്ഷന് കാരണമല്ല. നമുക്ക് നല്ല അറ്റൻഷൻ ഉണ്ടെങ്കിൽ നല്ല പെർസെപ്ഷൻ ഉണ്ടാവും. ബാക്കിയെല്ലാം എറർ ഇൻ പെർസെപ്ഷന് കാരണമാണ്. ദെൻ പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് സച്ച് ആസ്. നമ്മുടെ പെർസെപ്ഷനെ ബാധിക്കുന്ന സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് ഏതൊക്കെ? സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടൈം ഓഫ് ദ ഡേ, ഒരു ദിവസത്തെ സമയം, പകലിലാണോ രാത്രിയാണോ ഒരു വസ്തു കാണുന്നത്, അതേപോലെ നമ്മുടെ സാമൂഹിക ചുറ്റുപാട്, ഇതെല്ലാം സിറ്റുവേഷണൽ ഫാക്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. Then the same answer sheet receiving different marks depending on the examiner's mood illustrate. ഒരു പരിശോധകൻ ഉത്തര പേപ്പർ പരിശോധിക്കുന്ന സമയത്ത് അയാളുടെ മൂഡിന്റെ ഡിഫറൻസ് അനുസരിച്ച് അയാൾ നോക്കുന്ന രീതിയിൽ വ്യത്യാസം വരുന്നു. ഇതിന്റെ കാരണം കോണ്ടെക്സ്റ്റ് എഫക്റ്റ് ഓൺ പെർസെപ്ഷൻ. ഒരു വസ്തു കാണുന്ന സമയത്ത് നാം ഏത് സാഹചര്യത്തിലാണ് കാണുന്നത് അല്ലെ, അപ്പൊ അയാൾ പേപ്പർ നോക്കുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് നോക്കുന്നത് അത് ബാധിക്കുന്നുണ്ട്. കോണ്ടെക്സ്റ്റ് എഫക്റ്റ് ഓൺ പെർസെപ്ഷൻ. Then earner's ability to perceive signs of illness more accurately with experience is influenced by dash. ഒരു നേഴ്സിന് രോഗിയുടെ അസുഖത്തിന്റെ സിമ്പിൾസ് മനസ്സിലാക്കാൻ കഴിയണം. എങ്ങനെ മനസ്സിലാക്കാൻ കഴിയണം? ബൈ കോണ്ടെക്സ്റ്റൽ ലേണിംഗ്. സാഹചര്യം അനുസരിച്ചും ഓർമ്മ അനുസരിച്ചും അല്ലെ. ഒരു നേഴ്സിന്റെ അവൻ ഏത് സാഹചര്യത്തിലാണോ പഠിക്കുന്നത്, കോണ്ടെക്സ്റ്റൽ ലേണിംഗിന്റെ അടിസ്ഥാനത്തിലും മെമ്മറി റീകോളിംഗ്. അപ്പോൾ ഒരു രോഗിയുടെ ഒരു രോഗം അത് നമ്മൾ ഓരോ സാഹചര്യം അനുസരിച്ച് പുതുതായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. അതേപോലെ അതിന് സമാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഓർമ്മയിൽ നിന്നും ഓർത്തെടുത്തുകൊണ്ടും മനസ്സിലാക്കണം. അതൊരു പ്രാക്ടിക്കൽ ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി കുറച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് പെർസെപ്ഷൻ. പെർസെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് വേണ്ടത്. പെർസെപ്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഇന്റർപ്രറ്റിംഗ് സെൻസറി സ്റ്റിമുലി റീച്ചിങ് ദ സെൻസ് ഓർഗൻസ് ആൻഡ് ദ ബ്രെയിൻ. കറക്റ്റ് അല്ലേ? പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻസറി സ്റ്റിമുലി കാരണമായിട്ട് ബ്രെയിനിലെത്തുന്ന കാര്യങ്ങളെ കൃത്യമായിട്ടും നിർവചിക്കലാണ്. അപ്പോൾ ഒന്ന് ശരിയാണ്, ഒന്നില്ലാത്തത് നമ്മൾ വെട്ടി. സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ ആർ ദ സെയിം പ്രോസസ് ഇൻ സൈക്കോളജി എന്ന് പറയുമ്പോൾ തെറ്റാണ്. രണ്ടും ഒരേ പ്രോസസ് അല്ല, രണ്ടും രണ്ടാണ്. അപ്പോൾ രണ്ട് തെറ്റാണ്. അപ്പോൾ രണ്ടുള്ളത് വെട്ടി. പെർസെപ്ഷൻ ഇൻവോൾവ്സ് ഓർഗനൈസിങ് ആൻഡ് ഗിവിംഗ് മീനിങ് ടു സെൻസറി ഇൻഫോർമേഷൻ. സെൻസറി ഇൻഫോർമേഷൻ അർത്ഥം നൽകണമെങ്കിൽ പെർസെപ്ഷൻ വേണം എന്ന് പറയുന്നത് ശരിയാണ്. അപ്പോൾ നമുക്ക് ഉത്തരമായി ഓപ്ഷൻ സി ആണ് ഉത്തരം. 4 തെറ്റാണ്. പെർസെപ്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് മെമ്മറി എന്ന് പറയുന്നത് തെറ്റാണ്. പെർസെപ്ഷനും പാസ്റ്റ് എക്സ്പീരിയൻസും തമ്മിൽ ബന്ധം ഉണ്ട്. ദെൻ അടുത്ത സ്റ്റേറ്റ്മെന്റ്, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് ദ പ്രിൻസിപ്പിൾസ് ഓഫ് പെർസെപ്ഷൻ. പെർസെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് വേണ്ടത്. ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അടുപ്പവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദാറ്റ് ഒബ്ജക്ട്സ് പ്ലേസ് ഫാർ എപ്പാർട്ട് ആർ പെർസീവ്ഡ് ആസ് എ ഗ്രൂപ്പ്. ഫാർ എന്നല്ല, അടുത്തുള്ളതിനെയാണ് ഒരു ഗ്രൂപ്പായിട്ട് കാണുന്നത്. അപ്പൊ 1 തെറ്റാണ്. നമുക്ക് തെറ്റാ വേണ്ടത്. അപ്പൊ 1 ഉള്ളത് നമുക്ക് ആൻസർ ആയിട്ട് വരും, 1 ഇല്ലാത്തത് വെട്ടാം. അപ്പൊ 2 ഓപ്ഷൻസ് അവിടെ നിന്ന് പോയി. Then the principle of continuity suggests that continuous patterns are perceived as a whole. തുടർച്ചയായിട്ട് പോകുന്ന പാറ്റേൺസിനെ നമ്മൾ ഒന്നായിട്ട് മനസ്സിലാക്കുന്നു. അത് തന്നെയാണ് പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റിയിൽ പറയുന്നത്. ശരിയാണ്. അപ്പൊ അത് ശരി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉത്തരമായി. ഓപ്ഷൻ ബിയിൽ 1 only ആണ്. അപ്പോൾ 1 only, ഇവിടെ 2 ശരിയായപ്പോൾ 1 only എന്തായാലും വരില്ല നമുക്ക് കിട്ടി. അപ്പോൾ 1, 2, 3 തെറ്റാണ്. 1, 2, 3 തെറ്റാണ്. ഓക്കെ അല്ലേ? സോറി, 1, 2, 3 അല്ല, 1 മാത്രമാണ് തെറ്റ്. 2, 3, 4 ശരിയാണ് കേട്ടോ. 2, 3, 4 ശരിയാണ്. ദ പ്രിൻസിപ്പിൾ ഓഫ് ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്താ? പെർസീവിംഗ് ഇൻകംപ്ലീറ്റ് ഫിഗർ ആസ് എ കംപ്ലീറ്റ്. ഗ്യാപ്പ് ഉള്ളതിനെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് മനസ്സിലാക്കുന്നതിനാണ് പ്രിൻസിപ്പിൾ ഓഫ് ക്ലോസർ എന്ന് പറയുന്നത്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ കോൺട്രാസ്റ്റ് സ്റ്റേറ്റിലുള്ള കാര്യങ്ങളെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അല്ലെ. കോൺട്രാസ്റ്റ് കൂടിയ കാര്യങ്ങളെ പെട്ടെന്ന് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നു. ദ പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രാസ്റ്റ് സ്റ്റേറ്റ് ദാറ്റ് സ്റ്റിമുലി വിത്ത് ഗ്രേറ്റർ ഡിഫറൻസസ് ടെൻഡ് ടു സ്റ്റാൻഡ് ഔട്ട്. പരസ്പരം കോൺട്രാസ്റ്റ് ആയിട്ടുള്ള, അപ്പൊ നല്ല ഡാർക്കർ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഉള്ളത് എങ്കിൽ അതിന്റെ ഉള്ളിലുള്ള സ്റ്റിമുലിയെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. കോൺട്രാസ്റ്റ് എന്ന് പറയുമ്പോൾ പരസ്പരം വിരുദ്ധം എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. അപ്പോൾ ഒരു ബ്ലാക്ക് സ്പോട്ടിന് ഉള്ളിലാണ് ഒരു വൈറ്റ് കളർ വരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ കുറച്ചുകൂടി ലൈറ്റർ ആയിട്ടുള്ള കളർ ആണെങ്കിൽ അത് പെട്ടെന്ന് വേർതിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ ഒരു കോൺട്രാസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ പരസ്പര വൈരുദ്ധ്യമുള്ളത് എന്ന് കൂടി മനസ്സിലാക്കുക കേട്ടോ. Then find out the statements that are true regarding
ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർസെപ്ഷൻ, ഫാക്ടർ അഫക്റ്റിംഗ് പെർസെപ്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന. ദ ഫംഗ്ഷനിങ് കപ്പാസിറ്റി ഓഫ് ദ ബ്രെയിൻ ഇൻഫ്ലുവൻസ് പെർസെപ്ഷൻ, ശരിയാണ്. നമ്മുടെ തലച്ചോറിലെ ക്ഷമത പെർസെപ്ഷനെ ബാധിക്കും. അപ്പോൾ ഒന്നില്ലാത്തത് വെട്ടി. മെമ്മറി ഇമേജസ് ഓഫ് പാസ്റ്റ് എക്സ്പീരിയൻസ് പ്ലേ നോ റോൾ എന്ന് പറയുമ്പോൾ തെറ്റാണ്. നമ്മുടെ പഴയകാല ഓർമ്മകൾക്ക് പെർസെപ്ഷനുമായിട്ട് ബന്ധം ഉണ്ട്. അപ്പോൾ 2 ഉള്ളത് വെട്ടാം. 2 ഉള്ളത് വെട്ടി. 1, 3, 4 ആണ് ഉത്തരം. സോ 3 നോക്കാം. നീഡ്സ് ആൻഡ് ഡിസൈർസ് ക്യാൻ മോഡിഫൈ ഇൻഡിവിജ്വൽസ് പെർസെപ്ഷൻ, ശരിയല്ലേ? ശരിയാണ്. ദ നാച്ചർ ഓഫ് സ്റ്റിമുലി സച്ച് ആസ് സൈസ്, ബാക്ക്ഗ്രൗണ്ട് എഫക്ട്സ് പെർസെപ്ഷൻ, ഒരു വസ്തുവിന്റെ ആകൃതി, നിറം, ഇതെല്ലാം പെർസെപ്ഷനെ ബാധിക്കുന്നുണ്ടോ? ബാധിക്കുന്നുണ്ട്. കണ്ടോ, എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് എറേഴ്സ് ഇൻ പെർസെപ്ഷൻ. എറേഴ്സ് ഇൻ പെർസെപ്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏത്? ഇല്യൂഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ സ്റ്റിമുലി. എക്സ്റ്റേണൽ സ്റ്റിമുലിയുടെ ആബ്സെൻസിലല്ല ഇല്യൂഷൻ ഉണ്ടാകുന്നത്. അവിടെ എക്സ്റ്റേണൽ സ്റ്റിമുലി ഉണ്ടാകും. എക്സ്റ്റേണൽ സ്റ്റിമുലി ഇല്ലാത്തത് ഹാലൂസിനേഷൻ ആണ്. അപ്പോൾ 1 തെറ്റാണ്. അപ്പോൾ 1 ഇല്ലാത്തത് നമുക്ക് വെട്ടാം. 2 പോയി അല്ലേ? ഹാലൂസിനേഷൻ ഇൻവോൾവ് പെർസീവിംഗ് തിങ്സ് ദാറ്റ് ഡു നോട്ട് എക്സിസ്റ്റ് ഇൻ റിയാലിറ്റി. യഥാർത്ഥത്തിൽ ഇല്ലാത്തൊരു വസ്തു ഉള്ളതായിട്ട് മനസ്സിലാക്കുന്നതാണ് ഹാലൂസിനേഷൻ. അപ്പം 2 ശരിയാണ്. 2 ഉള്ളത് നമുക്ക് വെട്ടാം. ഉത്തരമായി 1 മാത്രമാണ് തെറ്റ്. ഹാലൂസിനേഷൻസ് ആർ കോമൺലി ഇൻ മെന്റലി ഇൽ ഇൻഡിവിജ്വൽസ്. മാനസിക ആരോഗ്യം ഇല്ലാത്ത, മാനസിക രോഗമുള്ള ആളുകളിലാണ് ഹാലൂസിനേഷൻ കാണുന്നത്. ഇല്യൂഷൻസ് ആർ ഓഫൻ കോസ്ഡ് ബൈ മിസ്ലീഡിംഗ് സ്റ്റിമുലി ഇൻ ദ എൻവയോൺമെന്റ്. നമുക്ക് കിട്ടുന്ന സ്റ്റിമുലി കറക്റ്റ് അല്ലാതിരിക്കുമ്പോഴാണ് ഇല്യൂഷൻ സംഭവിക്കുന്നത് എന്ന് പറയുന്നത് ശരിയാണ്. അപ്പോൾ 1 മാത്രമാണ് തെറ്റ്. ദെൻ അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് കോസസ് ഇൻ ഇനാക്യുറേറ്റ് പെർസെപ്ഷൻ. പെർസെപ്ഷൻ കൃത്യമായി നടക്കാതിരിക്കാനുള്ള കാരണങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? പുവർ ഹെൽത്ത് ക്യാൻ ലീഡ് ടു ഇനാക്യുറേറ്റ് പെർസെപ്ഷൻ. ആരോഗ്യം ശരിയല്ലെങ്കിൽ പെർസെപ്ഷൻ ശരിയായിരിക്കില്ല, കൃത്യത നഷ്ടപ്പെടും. ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ 1 ഇല്ലാത്തത് വെട്ടാം. ടു മെനി സ്റ്റിമുലി അറ്റ് വൺ ടൈം ക്യാൻ ഇംപ്രൂവ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. നമുക്ക് ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രമേ ശ്രദ്ധിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ 2 തെറ്റാണ്. 2 തെറ്റാണ്. അപ്പോൾ 2 ഉള്ളത് വെട്ടാം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇൻഅഡ്യൂക്കേറ്റ് സ്റ്റിമുലി ക്യാൻ റിസൾട്ട് ഇൻ മിസ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഓബ്ജക്ട്സ്. ശരിക്കുള്ള സ്റ്റിമുലി കിട്ടിയില്ലെങ്കിൽ മിസ് ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാകാം. ശരിയല്ലേ? ശരിയാണ്. ഡിഫക്റ്റീവ് സെൻസ് ഓർഗൻസ് ക്യാൻ കോൺട്രിബ്യൂട്ട് പെർസെപ്ഷൻ എറർ. സെൻസറി ഓർഗൻസിലെ തകരാറും പെർസെപ്ഷനെ ബാധിക്കും. അപ്പോൾ 2 മാത്രമാണ് തെറ്റ്. 1, 3, 4 ശരി. ഓപ്ഷൻ എ ആണ് ഉത്തരം. ദെൻ അടുത്ത അസൂഷനും റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്. സോ നോക്കാം. പെർസെപ്ഷൻ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ പാസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് മെമ്മറി ഇമേജസ്. ശരിയാണ്. പെർസെപ്ഷനെ പാസ്റ്റ് എക്സ്പീരിയൻസും മെമ്മറി ഇമേജസും സ്വാധീനിക്കുന്നുണ്ട്. മെമ്മറി ഹെൽപ്സ് ഇൻ ഇന്റർപ്രറ്റിംഗ് ന്യൂ സ്റ്റിമുലി ബേസ്ഡ് ഓൺ പ്രീവിയസ് എക്സ്പീരിയൻസ്. അതും കറക്റ്റാണ്. നമ്മുടെ ഓർമ്മ പഴയകാല അനുഭവങ്ങളിൽ നിന്നും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ശരിയാണ്. അപ്പോൾ ബോത്ത് എ ആൻഡ് ആർ ട്രൂ. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അടുത്ത ചോദ്യം, ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് ഒബ്ജക്ട്സ് പ്ലേസ്ഡ് ക്ലോസർ ടുഗദർ ആസ് എ പെർസീവ്ഡ് ആസ് എ ഗ്രൂപ്പ്. അടുത്തുള്ള വസ്തുക്കളെ ഒരു ഗ്രൂപ്പായിട്ട് കാണാനുള്ള പ്രവണതയാണ് പ്രോക്സിമിറ്റി. ശരിയാണ്. ഹ്യൂമൻ പെർസെപ്ഷൻ ടെൻഡ്സ് ടു ഇഗ്നോർ സ്പാഷ്യൽ അറേഞ്ച്മെന്റ്സ് ആൻഡ് ഫോക്കസ് ഓൺലി ഓൺ കളർ ആൻഡ് ഷേപ്പ് എന്ന് പറയുമ്പോൾ തെറ്റാണ്. കളർ, ഷേപ്പ് മാത്രമല്ല അറേഞ്ച്മെന്റും ഒരു മനുഷ്യൻ പെർസീവ് ചെയ്യുന്നു. അപ്പോൾ 6 തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ദെൻ അടുത്ത ചോദ്യം, ഇല്യൂഷൻസ് ഒക്യൂർ വെൻ ദ ബ്രെയിൻ മിസ് ഇന്റർപ്രറ്റ്സ് ആക്ച്വൽ സെൻസറി ഇൻഫർമേഷൻ. ശരിക്കുമുള്ള കാര്യം കാണുന്ന സമയത്ത് വരുന്ന മിസ് ഇന്റർപ്രിട്ടേഷൻ ആണ് ഇല്യൂഷൻ. ശരിയല്ലേ? ഇല്യൂഷൻസ് ആർ എ റിസൾട്ട് ഓഫ് ഹാലൂസിനേഷൻ എന്ന് പറയുമ്പോൾ തന്നെ തെറ്റി. ഹാലൂസിനേഷനും ഇല്യൂഷനായിട്ട് ബന്ധമില്ല. അപ്പോൾ എ മാത്രമാണ് കറക്റ്റ്. എ ഈസ് ട്രൂ ആൻഡ് ആർ ഈസ് ഫാൾസ്. ദെൻ അടുത്ത ചോദ്യം, ഹാലൂസിനേഷൻസ് ഒക്യൂർ ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ സെൻസറി സ്റ്റിമുലസ്. ഒരു എക്സ്റ്റേണൽ സെൻസറി സ്റ്റിമുലസ് ഇല്ലാതിരിക്കുന്ന സമയത്ത്, അഥവാ ഒരു വസ്തു ഇല്ലാതെ ഉണ്ട് എന്ന് തോന്നുന്നതാണ് ഹാലൂസിനേഷൻ. കറക്റ്റ് ആണ്. ഹാലൂസിനേഷൻ ആർ പ്യൂർലി സൈക്കോളജിക്കൽ എക്സ്പീരിയൻസ് ദാറ്റ് ഡു നോട്ട് റിക്വയർ എനി സെൻസറി ഇൻപുട്ട്. ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് അതൊരു മാനസിക അനുഭവമാണ്. അവിടെ സെൻസറി ഇൻപുട്ടിന്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ശരിയാണ്. അതൊരു മാനസികാവസ്ഥയാണ്. മിക്കവാറും നമ്മുടെ സൈക്കോളജിക്കൽ സ്റ്റേറ്റിൽ വ്യത്യാസം വരുമ്പോഴാണ് അത് അനുഭവപ്പെടുന്നത്. സോ ഡിയർ ഫ്രണ്ട്സ്, പെർസെപ്ഷൻ എന്ന ഏരിയ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലാസ് നന്നായിട്ട് കേൾക്കുക. ഇത് നമുക്ക് സൈക്കാട്രിയിലും ആവശ്യമുള്ള ഒരു ടോപ്പിക്കാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് അവസാനം ഇല്യൂഷൻ, ഹാലൂസിനേഷൻ കൃത്യമായിട്ട് ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. സോ പുതിയ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും വിഷു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.